السلام عليكم ورحمة الله. الحمد لله إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين إن الله بكل شيء وكان الله بكل شيء عليما. صدق الله وبلغ رسوله النبي الكريم. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന എല്ലാ ഇസങ്ങളും ഇസ്ലാമിനെ തകർക്കാൻ രംഗത്ത് വന്നിട്ടുള്ള മുഴുവനത്തിന്റെയും അതിന്റെ പിതാവ് യഥാർത്ഥത്തിൽ ഷിയായിസമാണ്. കാദ്യാനിസവും നമ്മുടെ കേരളക്കരയിൽ പച്ചപിടിച്ചിരുന്ന ചേകന്നൂരിസം പോലുള്ള ഹദീസ് നിഷേധവും ഒക്കെ നമുക്ക് പുതുമ. ഷിയായിസത്തെ അതിന്റെ ചരിത്രത്തിലൂടെ പഠിച്ചാൽ നമുക്കൊരു പുതുമയും തോന്നൂല. കാരണം ഷിയാക്കളുടെ വലിയ ഒരു സംഘം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം പലർക്കും പ്രവാചകത്വമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വെറും വിരലെണ്ണാവുന്ന 3 സഹാബത്തൊക്കെ പലർക്കും തോന്നിപ്പോകും ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ശൈഖുൽ ഇസ്ലാം എന്ന് വിളിച്ചാൽ അതത്ര നല്ലതല്ല എന്ന്. ഈ ചിന്ത ഷിയായിസമാണ്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല ഇപ്പോ. കാരണം അറേബ്യൻ ഉപഭൂഖണ്ഡത്തില് മറ്റ് പല പരിസര പ്രദേശങ്ങളിൽ ഷിയായിസം കടന്നു വന്നപ്പോ ഏറ്റവും കൂടുതൽ മക്കയുടെ നേരത്തെ ഇവിടെ ചരിത്രം പറയപ്പെട്ടിട്ടുള്ള ഹജറുൽ അസ്വദിനെ തച്ചുടച്ച, അതിനെ മോഷ്ടിച്ചു കൊണ്ടുപോയ വിഭാഗം പോലും രംഗപ്രവേശം ചെയ്ത ആ നൂറ്റാണ്ടുകാരനാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അതുകൊണ്ട് ഹറമൈൻ ഷരീഫൈനും ഡമാസ്കസും അടക്കുന്ന പുണ്യഭൂമികളിൽ അതിന്റെ വേരോട്ടത്തെ പൂർണ്ണമായും തടഞ്ഞു നിർത്താൻ ഉമ്മത്തെ മുസ്ലിമക്ക് ഇത്രത്തോളം ഗ്രന്ഥങ്ങളിലൂടെ ഉപകാരം ചെയ്ത ഒരു പണ്ഡിതനില്ല എന്ന് എന്റെ നാവ് കൊണ്ട് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ നിഷേധിച്ചേക്കാം. ഞാനും നിങ്ങളുമൊക്കെ ഇവിടുത്തെ മുഴുവൻ സലഫികളും സുന്നികളും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് ഒരു ഖുത്ബയിൽ ഒരു 3 വട്ടമെങ്കിലും ഖാല ഇബ്നു അജർ എന്ന് പറയുന്ന ഹാഫിദ് ഇബ്നു അജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് ഫത്ഹുൽ ബാരിയുടെ മുസന്നിഫ് ഇമാം ബുഖാരിയുടെ കിതാബിന്റെ ഷാരിഹ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ശൈഖുൽ ഇസ്ലാം എന്നെന്നും ശൈഖുൽ ഇസ്ലാമാണ്. ഖിയാമത്ത് നാൾ വരെയും അദ്ദേഹം ഇസ്ലാമിന്റെ ശൈഖായി നിലനിൽക്കും. അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നവരെന്ന് ഓർക്കണം, അവരേറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളായ ഷിയായിസത്തെയാണ്, റവാഫിദത്തിനെയാണെന്ന് ഓർക്കണമെന്ന് നമ്മളോട് ഉത്ബോധിപ്പിക്കുന്നത് ശൈഖുൽ ഇസ്ലാമാണ്. മറ്റൊരു ഇബ്നു അൽ ഹൈതമി റഹ്മഹുല്ലാഹ് ചരിത്ര പാഠവത്തിന്റെ കുറവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ തക്ലീദ് ചെയ്തുകൊണ്ടോ മഹാനവർകളെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെയും കാലശേഷം വന്നിട്ട് അദ്ദേഹത്തിനേക്കാളും ഒരു മുതഅഖിറായി ജീവിച്ചിട്ടുള്ള ആഹുൽ മുല്ല അലിയുൽ ഖാരി റഹ്മഹുല്ലാഹ്, നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ ഹദീസിന്റെ ശറഹിന്റെ ഗ്രന്ഥങ്ങൾ അംഗീകരിക്കുന്നവരാണ്. മുല്ല അലിയുൽ ഖാരി റഹ്മഹുല്ലാഹ് ഈ രണ്ടാമത് ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് വന്നിട്ടുള്ള ശൈഖ് ഇബ്നു അജറിനെ വിമർശിച്ചു വന്നിട്ടുള്ള ശൈഖിനെയും തിരുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, അദ്ദേഹം വലിയും മിൻ ഔലിയ ഇല്ല. ഇബ്നു തൈമിയ്യ അള്ളാഹുവിന്റെ ഔലിയാക്കമിൽപ്പെട്ട ഒരു വലിയ വലിയാണ് എന്ന് അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ എന്റെ സംസാരത്തിന്റെ ഇടയിലൂടെ കൊണ്ടുവന്നതാണ്. അതായത് ഷിയായിസമാണ് എല്ലാ ഇസങ്ങളുടെയും തുടക്കം, അടിവേര്. നമ്മുടെ ചേകന്നൂരിന്റെ മുഴുവൻ പുസ്തകങ്ങളും വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ആദ്യമായി വായിക്കുന്നവനക്ക് ഇയാൾക്ക് ഇത് എവിടുന്ന് കിട്ടിയ ഇത്ര വലിയ ബുദ്ധി, ഇത്ര കണ്ട ആഴത്തിൽ വിശുദ്ധ ഖുർആൻ ശരീഫിനെ പഠിക്കാൻ ഈ മനുഷ്യൻ എവിടെ നിന്ന് സാധിച്ചു? ഒറ്റയ്ക്കൊരു മനുഷ്യന് അല്ല.
മുഴുവനും ഷിയായിസത്തിൽ നിന്നും കടമെടുത്തതാണ്. നമ്മൾ ഇന്ന് ഒരു ഇസ്തിഹാസവാദത്തിന് വേണ്ടി, മരിച്ചവരോട് സഹായാഭ്യർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ പൂർവികരൊന്നും ഓതി കേട്ടിട്ടില്ലാത്ത, അതിന്റെ മുഖാമുഖ ചർച്ചകളിൽ പോലും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരുപാട് ആയത്തുകളും ഹദീസുകളും ഇന്ന് ആധുനിക പണ്ഡിതന്മാര് അതിനെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന മുഴുവൻ ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ചാൽ ഷിയാ ഷൈറ്റിൽ പോയാൽ കിട്ടുമത്. അവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയുന്നത് നമ്മളിതിന്റെ ഗൗരവത്തെ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ ശത്രുക്കള് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ വിഭാഗത്തെ എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ആ ശൈഖുൽ ഇസ്ലാം അന്ന് 7-ാം നൂറ്റാണ്ടിൽ പറഞ്ഞത് എത്ര അർത്ഥവത്താണെന്ന് ആലോചിച്ച് നോക്കി. ഷിയായിസത്തിന്റെ അതിന്റെ വിത്ത് ജൂതായിസമാണ്. ജൂതനാണ് അതിനെ വിത്ത് പാകിയത്. ഇവിടെ ചരിത്രം പറഞ്ഞു. സറഅഹാൻ നസ്രാനിയ, അതിന്റെ കർഷകർ ക്രിസ്ത്യാനിസമാണ്. ശരിയല്ലേ? ഇന്നും ജൂതന്മാരെ ലോകരാജ്യങ്ങളിൽ മുഴുവനും തീറ്റിപ്പോറ്റി അവർക്കെല്ലാ ഊർജവും വളവും നൽകി എന്തിനാ അവർ കൊണ്ടുനടക്കുന്നത്? ഈസാ നബിയെ അവർ ബഹുമാനിക്കുന്നുണ്ടോ? ഈസാ നബിയെ ഏറ്റവും മോശമായ പരാമർശം കൊണ്ട് പരാമർശിക്കുന്നവർ ജൂതന്മാരാണ്. പക്ഷേ ജൂതന്മാരെ അവർക്ക് വേണം. എന്തിന്? ഇസ്ലാമിനെ തകർക്കാനുള്ള ഒരു സംഘമായിട്ട് അവർക്ക് വേണം. എന്റെ പ്രിയ സുഹൃത്ത് കാദിയാനികളെന്ന് ഓർക്കണം. ഇവിടെ പലപ്പോഴും മീർസ ഉൽ അഹമ്മദ് കാദിയാനിയും അനുയായികളും ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷിന് അനുകൂലമായി ഒരുപാട് സമര നീക്കങ്ങളെ അവരെ സഹായിക്കുകയും മുസ്ലിമീങ്ങളും മറ്റിതര സമൂഹങ്ങളും ഒക്കെ ഈ സമരത്തിന് വേണ്ടി തോളോട് തോള് തീർന്നപ്പോ ഈ സമരത്തിന്റെ ഒറ്റുകാരന്റെ വേഷത്തില് ബ്രിട്ടീഷുകാരന്റെ ചോറ് നിന്ന് ജീവിച്ച ഇവരെ പറ്റി ചോദ്യം ചെയ്യുമ്പോൾ ഇന്നിപ്പം തനി സംഘികളെ പോലെ ചരിത്രം തിരുത്താൻ നോക്കുകയാണ്. ഇല്ല, ഞങ്ങൾ ബ്രിട്ടീഷിനോടൊപ്പം ആയിരുന്നില്ല. ഞങ്ങൾക്ക് എങ്ങനെ ബ്രിട്ടീഷിന് ഞങ്ങളോട് ഇഷ്ടമാകും? കാരണം ബ്രിട്ടീഷുകാരുടെ അസ്ഥിവാരത്തിന് നാന്ദി കുറിച്ച ആളാണ് മീർസ ഉൽ അഹമ്മദ് ഖാദിയാനി. കാരണം അവരുടെ ഏറ്റവും വിശ്വാസം ഊട്ടപ്പെട്ടിരിക്കുന്നത് കുരിശിന്മേലാണ്. ക്രിസ്ത്യാനികളുടെ വിശ്വാസം കുരിശിന്മേലാണ്. ഈസാ നബിയെ കുരിശിലേറ്റപ്പെട്ടുവെന്ന വിശ്വാസത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഈസാ നബിയെ പ്രവാചകന് പകരം അള്ളാഹുവായി ദൈവമായി അവതരിപ്പിക്കുന്നവരെ നിങ്ങൾ ദൈവമാക്കുന്ന ഈസ മരിച്ചു പോയിരിക്കുന്നു, ഇനി ഒരിക്കലും തിരിച്ചു വരൂല എന്നൊക്കെ പറഞ്ഞ ഞങ്ങളെ അവർക്ക് എങ്ങനെ ഇഷ്ടമാകുമെന്നാണ് അവർ നമ്മളോട് തിരിച്ചു ചോദിക്കല്. സാർവത്രികമായി ചോദിക്കാറുള്ളതാണ്. ബ്രിട്ടീഷുകാർക്ക് എങ്ങനെയാണ് മീർസായികളെ ഇഷ്ടമാവുക? കാരണം അവര് ദൈവമാക്കിയ വാനോളം പുകഴ്ത്തിയ ഈസാ നബിയെ ഈ മീർസ ശവമാക്കി ഇരിച്ചിരിക്കുകയാണ്, മരിച്ചു പോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ എങ്ങനെയാണ് അവർ സഹായിക്കുക എന്ന് ചോദിക്കവര്. പച്ച യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്ന അവരോട് പറയാനുള്ളത്, ഈസാ നബിയെ ജാരപുത്രൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ജൂതന്മാരെ പേറി നടന്ന് ലോകരാജ്യങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനിസമാണ്. ഫി അർളിൽ മജൂസ്, ശൈഖുൽ ഇസ്ലാമിന്റെ അടുത്ത പരാമർശം മജൂസികളുടെ വിളനിലമാണ് ഇതിന്റെ വിളനിലമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കൊടിയ ശിർക്കിന്റെയും ബിംബാരാധനയുടെയും പ്രതലങ്ങളിൽ ഇത് വളർന്ന് തഴച്ചു വരുമെന്ന്. ഇങ്ങനെ 3 ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഷിയായിസം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇസ്ലാമിനെ തകർക്കാൻ ഏതിനെയും അവർ കൂട്ടുപിടിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് അത് കണ്ടു. ഇവിടെ കാദ്യാനികൾക്കും ഷിയാക്കൾക്കും പ്രാതിനിധ്യത്തെ കൊടുത്ത് അവരിവിടുന്ന് വിട്ടേച്ചു പോയി. ഇന്നും നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവർ അധിനിവേശം നടത്തി മുഴുവൻ രാജ്യങ്ങളിൽ മുസ്ലിം സമൂഹത്തെ രണ്ടായി പിളർത്തിയിട്ട് ഷിയ മുസ്ലിമിനെ അവർക്ക് ഇഷ്ടപ്പെടുന്നു, അവരെ ഭരണം കൊടുത്തേൽപ്പിക്കുന്നു. ഇറാഖിൽ അത് ആവർത്തിക്കപ്പെട്ടു, അഫ്ഗാനിസ്ഥാനിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ ഇതിനപ്പുറമുള്ള തെളിവും വേണോ? ഇത് ചരിത്രപരമായി എന്നും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇത് എന്നുള്ളത്. അതൊരിക്കലും ഈ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇങ്ങനൊരു വിഭാഗത്തെ പടച്ചുണ്ടാക്കുക എന്നുള്ളത് എത്രത്തോളം ആവശ്യമായിരുന്നു എന്നുള്ളത് അവരുടെ തന്നെ ഗ്രന്ഥങ്ങളിലൂടെ ബ്രിട്ടീഷുകാരും പറയുന്നുണ്ട്. എത്ര നിഷേധിച്ചാലും അത് നടക്കൂല, നിഷേധിക്കാനായിട്ട് സാധ്യവുമല്ല. മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി തന്നെ പറയുന്നുണ്ട്, എന്റെ പിതാവ് 50ഓളം പടക്കുതിരകളെ 50 സമരനായകന്മാർ കൊടുത്തിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തില് ബ്രിട്ടീഷുകാർക്ക് സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് എന്റെ പിതാവ് സഹായിച്ചു എന്ന് മീർസ എഴുതിയ ഗ്രന്ഥമാണ്. നക്കല് വേണമെങ്കിൽ ഞാൻ ഓരോന്നും എന്റെ കയ്യിലുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് ചോദിച്ചോളൂ, ഞാൻ ഓരോന്നും പറഞ്ഞുതരാം.
അപ്പൊ മീർസയുടെ ഗ്രന്ഥങ്ങൾ കിടക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്നൊന്നും മാറ്റിയില്ല. അദ്ദേഹം വീണ്ടും പറഞ്ഞു, എന്റെ പിതാവിന്റെ വേർപാടിന് ശേഷം ആ ദൗത്യം, ബ്രിട്ടീഷുകാരെ സഹായിക്കുന്ന ദൗത്യം എന്റെ ജ്യേഷ്ഠ സഹോദരൻ ഏറ്റെടുത്തു. ജ്യേഷ്ഠ സഹോദരന്റെ മരണാനന്തരം ഞാൻ ആ ദൗത്യം ഏറ്റെടുത്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതാരാണെന്ന് ഓർക്കണം. ഈസ ഇബ്നു മറിയമിന്റെ സ്ഥാനത്ത് അവരോധിക്കപ്പെട്ട ആളാണ് എന്ന് പറയുന്ന, അവകാശപ്പെടുന്ന ആളാണ് മീർസ. കാരണം മഹ്ദിയാണ്, ആദ്യം മുജദ്ദിദാണ്, പിന്നെ ഇമാമ സമാനാണ്, പിന്നെ അദ്ദേഹം മുൽഹമാണ്, മുഹദ്ദസാണ്, ലില്ലി നബിയാണ്, ബറോസിയാണ്, ഗൈർ ഹഖീഖി നബിയാണ്, കപടനാണ് ഞാൻ എന്ന് അയാൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അത്രേ എനിക്ക് അയാളെ പറ്റി പറയാൻ പറ്റുള്ളൂ. അവസാനം അദ്ദേഹം ഒറിജിനൽ പ്രവാചകനാണെന്ന് വാദിച്ചു. ഇങ്ങനെ രംഗത്ത് വന്ന അയാള് മഹ്ദിയാണ്, ഈസയാണ് എന്ന് പറഞ്ഞപ്പോ ഈസ ഇബ്നു മറിയമിന്റെ അടയാളങ്ങൾ അത്രയും ഇയാളിൽ ഉണ്ടാകണമല്ലോ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, ലയൻസിലന്ന ഫീകും ഈസ ഇബ്നു മറിയം ഹകമൻ അദലൻ, ഒരു നീതിമാനായ ഭരണാധികാരിയായി നിങ്ങളിൽ വന്നിറങ്ങും ഈസ ഇബ്നു മറിയം. എന്നിട്ടോ യക്സിറു സ്വലീബ്, കുരിശിനെ തച്ചൊടക്കും, യഖ്തുലുൽ ഖിൻസീർ, പന്നിയെ കൊല്ലും, വയദഉൽ ജിസിയ വയദഉൽ ഹർബ് എന്ന വ്യത്യസ്തമായ റിവായത്തുകളിൽ അദ്ദേഹം ജിസിയ സമ്പ്രദായത്തെ എടുത്തു മാറ്റും. എന്നിട്ടോ യുദ്ധം ലോകത്ത് നിന്ന് അവസാനിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം യുദ്ധം എന്നുള്ളത് എന്റെ കാലഘട്ടത്തോടുകൂടി കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി യുദ്ധമേ ഇല്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഈസാ നബി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ യുദ്ധം ഇല്ലാതാകുന്നത്? ഈസാ നബി വന്നിട്ട് യുദ്ധം ഹറാമാണ് എന്ന് ഫത്വ കൊടുക്കുന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഈസാ നബി വരുന്നതോടുകൂടി ലോകരാജ്യങ്ങൾ മുഴുവനും ഇസ്ലാമീകരിക്കപ്പെട്ടു പോകും. അതിനു മുന്നേ ഇമാം മഹ്ദി നേതൃത്വം കൊടുക്കുന്ന സമര നീക്കങ്ങളിലൂടെ ലോകത്തിന്റെ 90% ഇസ്ലാമീകരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഈസാ നബിക്കുള്ള ദൗത്യം വളരെ ചെറുതാണ്. വളരെ ചുരുക്കം ദൗത്യമേ ഈസാ നബിക്ക് ബാക്കിയുള്ളൂ. തന്നാൽ അർപ്പിതമായ ദജ്ജാലിനെ കൈകാര്യം ചെയ്യുക, തന്റെ ദിവ്യത്വത്തിൽ വിശ്വസിച്ചുകൊണ്ടെന്ന അതിശക്തരായ റോമൻ, അതേപോലെ കത്തോലിക്ക പോലുള്ള ക്രിസ്തീയ സഭകളെ അവർ വീണ്ടും അറച്ചു നിൽക്കും. കാരണം അവരുടെ പ്രതീക്ഷ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ വക്താവായി തിരിച്ചു വരുമെന്നാണ്, അവരിലേക്ക് വരുമെന്നാണ്. പക്ഷേ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ് മുസ്ലിം ലോകത്തിന്റെ കേന്ദ്രത്തിലേക്കാണ് എന്ന് കാണുമ്പോൾ അവരിനി എന്ത് ചെയ്യണമെന്ന് അറച്ചു നിൽക്കുന്ന സമയത്താണ് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറയുന്നത്, അറച്ചു നിൽക്കണ്ട, നിങ്ങൾക്ക് രണ്ട് വഴിയില്ല, ഇസ്ലാം സ്വീകരിക്കുക എന്നല്ലാത്ത മറ്റൊന്നുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജിസിയ നൽകി ഇസ്ലാം സ്വീകരിക്കാതെ വിട്ടുനിൽക്കാനുള്ള അവസരമുണ്ടെങ്കിൽ ജിസിയ പോലും നൽകാൻ അവസരം നൽകാതെ ഒന്നുകിൽ ഇസ്ലാം അല്ലെങ്കിൽ വധത്തിന് വിധേയമാവുക എന്ന് പറഞ്ഞിരിക്കുമ്പോ അവരും കൂടെ റോമൻ സാമ്രാജ്യത്വവും കൂടെ ഇസ്ലാമിന് കീഴ്പ്പെടുന്നു എന്നാ പറഞ്ഞത്. ഇങ്ങനെ ലോകമൊന്നാകെ ഇസ്ലാമീകരിക്കപ്പെട്ടാൽ പിന്നെ യുദ്ധത്തിന്റെ ആവശ്യമില്ല, സമാധാനത്തിന്റെ അന്തരീക്ഷം. അദാവ, രണ്ടാളുകൾക്കിടയിൽ ശത്രുത പോലും ഇല്ലാത്ത സുന്ദരമായ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം സംജാതമാകുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഇന്ത്യ രാജ്യത്തുള്ള ആളുകളെ പറ്റിച്ചത് ഞാൻ ഈസ ഇബ്നു മറിയമാണ്, എന്റെ കാലഘട്ടത്തോടുകൂടി ജിഹാദ് മൻസൂഖായിരിക്കുന്നു, വാളുകൊണ്ടുള്ള ജിഹാദ് കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു, അതുകൊണ്ട് ഇനി ആരും വാളെടുക്കരുത് എന്ന് പറഞ്ഞു അദ്ദേഹം കൽപ്പിച്ചു. അങ്ങനെ കൽപ്പിച്ച് ഞാൻ 50 അലമാരകൾ നിറക്കാൻ മാത്രം ബ്രിട്ടീഷിന്റെ മാഹാത്മ്യങ്ങൾ എഴുതി, ബ്രിട്ടീഷിനെതിരെ നടക്കുന്ന സമരങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി എഴുതി ഞാൻ തളർന്നു എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. അദ്ദേഹം പറയുന്നു, ലഖദ് ഖലൈതു മുഅല്ലമ ഉംരി ഫീ തഈദിൽ ഹുകുമത്തിൽ ഇൻജിലിസിയ വ നുസ്റതിഹ, എന്റെ ആയുഷ്കാലത്തിന്റെ ഭൂരിഭാഗവും ഞാൻ ചെലവഴിച്ചത് ഈ ബ്രിട്ടീഷുകാരുടെ ഭരണകൂടത്തെ സഹായിക്കുവാനായിരുന്നു. അദ്ദേഹത്തിന്റെ ഖസായിൻ എന്ന കിതാബിന്റെ 15-ാം പേജ്. എന്നിട്ട് അദ്ദേഹം പ്രത്യുപകാരം ആവശ്യപ്പെടുന്നുണ്ട് ഇവരിൽ നിന്ന്. എന്താ പ്രത്യുപകാരം? വൽ മഅ്മൂറു മിനൽ ഹുകൂമത്തി അൻ തുആമില ആദിഹിൽ ഉസ്റ യാനി യുസ്റഹു അല്ലതി ഹിയ മിൻ ഗറസിൽ ഇംഗ്ലീസ് അൻഫുസിഹിം. അദ്ദേഹം എഴുതുന്ന ചില എഴുത്തുകളുണ്ട്, ബ്രിട്ടീഷ് വൈസ്രോയിമാർക്ക് അദ്ദേഹം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ. ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്റെ ഈ കുടുംബത്തോട്, എന്റെ ഈ സംഘത്തോട്, ഏത് സംഘമാണ്? അല്ലത്തി ഹിയ മിൻ ഗറസിൽ ഇംഗ്ലീസ്,
ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നമായ അവർ നട്ടു വളർത്തിയ ഈ ഉൽപ്പന്നമാകുന്ന എന്നെയും എന്റെ സംഘത്തെയും ഒമിൻ സനാഇഹിം അവരായി നിർമ്മിച്ചെടുത്ത ഈ വിഭാഗമാകുന്ന കാദ്യാനിസത്തെ ബിക്കുല്ലി ഹസ്മിൻ വഇഹ്തിയാത്തിൻ വതഹഖീഖി റിആയത്തിൻ എല്ലാ തരത്തിലുള്ള സൂക്ഷ്മതയോടും ബഹുമാനത്തോടും ഇവരെ നിങ്ങൾ സംരക്ഷിക്കണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. വതൂസി റിജാല ഹുകൂമത്തിഹ അൻ തുആമിലനി വജമാഅത്തി ബിഉതുബിൻ ഖാസിൻ വറിആയത്തിൻ ഫായിഖ. അതേപോലെ ബ്രിട്ടീഷ് വൈസ്രോയോട് എന്റെ ആവശ്യം, നിങ്ങളുടെ വിവിധ പ്രവിശ്യകളിലുള്ള ഭരണകൂട നേതാക്കന്മാരോട് നിങ്ങൾ ആവശ്യപ്പെടണം, എന്നോടും എന്റെ സംഘമാകുന്ന ജമാഅത്തിനോടും അഥവാ കാദ്യാനി ഗ്രൂപ്പിനോടും വളരെ നല്ല സ്നേഹത്തോടെ വളരെ നല്ല രീതിയിൽ ഞങ്ങളോട് അനുവർത്തിക്കണമെന്ന് നിങ്ങൾ നിർദ്ദേശിക്കണമെന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നുവെന്ന് അദ്ദേഹത്തിന്റെ തബ്ലീഗുർ റിസാല ജുസ് പേജ് 7 വാള്യം 19 പേജ്. ഞാനിത് എന്തിനാ പറയുന്നതെന്നറിയോ? ഇത് ഒരുപാട് നിഷേധിക്കാറുണ്ട് ഈ വിഷയം പറയുമ്പോൾ. ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കാര്യം മനസ്സിലായി? ഇവരുടെ ഏറ്റവും വലിയ കേരളക്കാരനായ മീർസായിയത്തിനെ കുറിച്ച് മീർസക്ക് പോലും അറിയുന്നതിനേക്കാൾ അപ്പുറം അറിയുന്ന ഒരു കേരളക്കാരനുണ്ട് ഇവർക്ക്. ഷംസുദ്ദീൻ എന്ന് പറയുന്ന പെരിന്തൽമണ്ണക്കാരനാണെന്ന് എന്റെ ഓർമ്മ. അദ്ദേഹം മീർസയുടെ ഫാമിലിയിൽ നിന്ന് തന്നെ പഞ്ചാബിൽ നിന്ന് കല്യാണം കഴിച്ച് അവരുടെ അറബ് നാടുകളിൽ പ്രത്യേകിച്ചും അവരുടെ കേന്ദ്രമാകുന്ന പലസ്തീനിന്റെ ഇസ്രായേലിലെ മർക്കസിലെ പ്രബോധകനാണ് അയാൾ. ഞാൻ ഈ ഉദ്ധരണി അയാളുടെ മുമ്പിൽ ഇട്ടുകൊടുത്തപ്പം അവസാനത്തെ ഭാഗമായിട്ട് കൊടുത്തതാണ്. കാരണം അതിനു മുന്നേ ഈസാ നബിയുടെ വഫാത്ത് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചർച്ചയാണ്. ഞാൻ ആദ്യം അതന്നെ ചർച്ച ചെയ്തോളി എന്ന് പറഞ്ഞു. ഒരു പേടിയില്ല ഞങ്ങൾക്ക്. ഈസാ നബീനെ നിങ്ങൾക്ക് എത്ര മരിപ്പിക്കാൻ കഴിയാത്ത വിധം വിശുദ്ധ ഖുർആൻ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും എന്ന് തന്നെ പറഞ്ഞു. അത് തെളിയിച്ചും കൊടുത്തതിന് ശേഷമാണ് പ്രവാചകത്വ തുടർച്ച, ഈസാ നബിയുടെ വഫാത്ത്, മീർസയുടെ പ്രവാചകത്വം, അതേപോലെ തന്നെ ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്ത് തീർന്നപ്പം ഞാൻ അയാളോട് പറഞ്ഞു, ഇതൊരു ബ്രിട്ടീഷുകാരന്റെ ഉൽപ്പന്നമാണ് എന്നതിന് ഇതാവുന്നത്ര തെളിവല്ലേ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം എന്നോട് തിരിച്ചു തന്ന മറുപടി രസകരമായി നിങ്ങൾ കേൾക്കണം. അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് കാദ്യാനി എന്ന് പറയുന്ന ഗ്രൂപ്പ് ബ്രിട്ടീഷ് ഉൽപ്പന്നമാണെന്നല്ല, മറിച്ച് കാദ്യാനി കുടുംബം ബ്രിട്ടീഷ് ഉൽപ്പന്നാണെന്നാ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ എന്തൊരു മോശമാണ് ആലോചിച്ചു. ബ്രിട്ടീഷുകാരുടെ ഇവരെ തന്ത മുഴുവൻ ബ്രിട്ടീഷുകാരാണെന്ന എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? കാദ്യാനി കുടുംബം ബ്രിട്ടീഷ് ഉൽപ്പന്നമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അല്ല, എന്നോട് മറുപടി അറിഞ്ഞ. അതുകൊണ്ടാണ് ഞാൻ ബാക്കി കൂടെ പറയുകയാണ്. അദ്ദേഹം ഗുലാം അഹമ്മദ് ഇംഗ്ലീഷുകാരോട് ബ്രിട്ടൻ അധിപരേക്ക് അദ്ദേഹം എഴുതിയ കത്തുകൾ മുഴുവനും ഇന്ന് ഗ്രന്ഥരൂപത്തിൽ കിടക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു കത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിക്കുകയാണ്. അൽ അരീലത്തുല്ലത്തി ആരിദുഹാ ഇലാ ഹദറത്തിക്കും അസ്മായി അത്ബായി. അല്ലയോ ബ്രിട്ടീഷ് ഗവൺമെന്റ്, നിങ്ങളിലേക്ക് ഞാൻ ആവശ്യപ്പെടുന്ന എന്റെ സമർപ്പണം എന്റെ അനുയായികളിൽപ്പെട്ട വലിയ ഒരു സംഘത്തിന്റെ പേര് വെച്ചിട്ടാണ് ഞാൻ അയക്കാൻ പോണത്. കുടുംബല്ലട്ടോ, എന്റെ അനുയായികൾ. അത്ബാഗ് ആരാണ്? എന്നെ പിന്തുടർന്ന് ജീവിക്കുന്ന എന്റെ അനുയായികളിൽപ്പെട്ട ഒരു വലിയ സംഘത്തിന്റെ പേരോട് വെച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്ന ആവശ്യം, ലൈസൽ മഖ്സൂദു മിന്നാ ഇല്ലാ അൻ തുലാഹിദു അൽ ഖിദ്മാത്തൽ ജലീലത്തല്ലത്തി അദ്ദൈതു അന വആബായി ഫീ സബീലിക്കും. നിങ്ങൾ ഒരിക്കലും ഞാനും എന്റെ പിതാവുമൊക്കെ നിങ്ങളുടെ യുദ്ധ സമര ഭൂമികളിൽ നിങ്ങളെ സഹായിച്ച സഹായം നിങ്ങൾ വിസ്മരിക്കരുത് എന്നാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങളെ സഹായിച്ച സഹായത്തെ നിങ്ങൾ വിസ്മരിക്കരുത്. വകമാ അൽതമിസു വഅർജു മിന ദൗലത്തിൽ ആലിയ അൻ തുറായിയ ഉസ്റത്തല്ലത്തി അസ്ബതത് കമാലി വഫാഹിയ വഇഖ്ലാസിയ തിവാല 50 സന ബിഅന്നഹാ മിൻ അഖ്ലസ് മുഖ്ലിസിയ ലിൽ ഹുകൂമ വല്ലത്തി അഖറ വഅതറഫ ബിവലായിഹ അകാബിറു ഉലമാഇൽ ഹുകൂമത്തിൽ ഉലമ. 50 കൊല്ലമായി ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഞങ്ങൾ അങ്ങേയറ്റം സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെന്ന് നിങ്ങളുടെ പ്രധാനികൾ പോലും സമ്മതിക്കുന്ന സംഗതിയായതുകൊണ്ടും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? നിങ്ങൾ ഒരുപാട് സാക്ഷികൾ വലിയ നിഷ്കളങ്കമായി നിങ്ങളോട് സഹായിച്ച ഒരു കുടുംബമാണ് എന്റെയും പിതാവിന്റെയും കുടുംബം എന്ന നിലയിലും
ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഫൈലിദാ അർജു മിൻകും അൻ തക്തുബു ലിൽ ഹുക്കാമി സിഗാരി ബിരിആയതി ഹാദിഹി ശജറ, ഈ നട്ടുപിടിപ്പിക്കപ്പെട്ട ഈ വൃക്ഷമാകുന്ന ഖാദിയാനിസത്തെ നിങ്ങൾ നന്നായി പരിഗണിക്കണം, പരിപാലിക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. വഹിഫ്ലിഹല്ലതി മാ ഖറസഹാ ഇല്ലാ അൻതും, നിങ്ങൾ മാത്രമാണ് ഇതിനെ നട്ടുവളർത്തിയത് എന്ന് പറഞ്ഞത്. ആര് നട്ടുവളർത്തിയതാണ്? ബ്രിട്ടീഷുകാരോട് പറയാ, നിങ്ങളായി നട്ടുവളർത്തിയ, നിങ്ങളായി സൃഷ്ടിച്ച ഈ ഒരു വിഭാഗത്തെ നിങ്ങൾ തന്നെ പോറ്റി വളർത്തണം, എന്നും വളർത്തിക്കൊണ്ടിരിക്കണം, ഇന്നും വളർത്തിക്കൊണ്ടിരിക്കുക അല്ലേ? ഇന്ന് ഇന്ത്യ രാജ്യത്തല്ല, ലോക രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ മുസ്ലിമീങ്ങൾക്ക് ബ്രിട്ടനിലും ലണ്ടനിലും മർക്കസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ലോക ഇമാം, അവരുടെ രാജ്യം, അവരുടെ ഇമാം അവിടെയാണ്. എന്ന് മാത്രമല്ല, എന്റെ കുടുംബത്തെ മാത്രമെന്നല്ല അയാൾ പറയുന്നത്, എന്റെ അനുയായികളെ മുഴുവനും നിങ്ങൾ വളരെ പ്രത്യേകമായ നോട്ടത്തോടുകൂടി നോക്കണം. വദിയത്തിൻ ലിഅന്നന മാ തഅഖർന, കാരണം ഞങ്ങൾ ഒരിക്കലും നിങ്ങളോടുള്ള നിഷ്കളങ്കമായ നിങ്ങളോടുള്ള പെരുമാറ്റത്തിൽ നിന്നും ഞങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല. വദിയത്തിൽ മാ തഅഖർന അബദൻ മിനത് തൽഹിയാതി ഫീ സബീലിക്കും ലാ ബിന്നുഫൂസി വലാ ബിദ്ദിമായി. എന്താ പറയണത്? യുദ്ധം അവസാനിച്ചു എന്നോടുകൂടി, ഞാൻ ഈസബിന് മറിയമാണ്, ഈസാ നബി വന്നാ പിന്നെ യുദ്ധമില്ല എന്നൊക്കെ അയാൾ പറഞ്ഞത്. എത്ര കാപട്യമാണെന്ന് ആലോചിച്ച് നോക്കാൻ ഈ വരികൾ പോരെ. എന്നാലോചിച്ച് നോക്കി, അയാൾ പറയാ, ഞങ്ങൾ നിങ്ങളെ ശരീരം കൊണ്ടും രക്തം ചീറ്റിയിട്ടും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇയാള് പട്ടാളക്കാരെ അച്ചുകൊടുക്കലുണ്ടെങ്കിൽ, മനസ്സിലായോ? അപ്പൊ യുദ്ധം അവസാനിച്ചു, ജിഹാദ് പാടില്ല എന്ന് പറഞ്ഞത് മുസ്ലിമീങ്ങളെ നിങ്ങൾ ബ്രിട്ടീഷിനെതിരെ പാടില്ല, ബ്രിട്ടീഷിനോടൊപ്പം നിന്ന് ഞങ്ങളും ചെയ്യും, ഞങ്ങൾ ചെയ്തിട്ടുമുണ്ട്. തുർക്കി ഖിലാഫത്തിനെ തകർത്തെറിഞ്ഞപ്പോ അതിനുവേണ്ടി കൂട്ടുനിന്ന, അതിനുവേണ്ടി അയച്ചു കൊടുത്ത അഫ്ഗാനിസ്ഥാനിൽ ഇടപെട്ടപ്പോ അവിടെ ബ്രിട്ടീഷുകാരോടൊപ്പം യുദ്ധം ചെയ്യാൻ ഞങ്ങളുടെ ഒരുപാട് ആളുകൾ മരിച്ചുവെന്ന് അവരുടെ ഗ്രന്ഥങ്ങൾ കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തുകൂടെ ബ്രിട്ടീഷുകാരോട് സമരം ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രം പടച്ചുണ്ടാക്കിയ ഒരു സാധനമാണ് എന്നുള്ളതിന് അപ്പുറം വലിയ തെളിവും വേണം നമുക്ക്. അപ്പൊ അദ്ദേഹം പറയുന്നത്, രക്തം നൽകിയിട്ടും നിങ്ങളെ ഞാൻ സഹായിച്ചു. എന്താ പറയുന്നത്? ഫീ സബീലിക്കും ലാ ബിന്നുഫൂസി വലാ ബിദ്ദിമായി, രക്തം കൊണ്ടോ ശരീരം കൊണ്ടോ നിങ്ങളെ സഹായിക്കുന്നിടത്ത് നിങ്ങൾക്ക് തൽഹിയാത്ത് അർപ്പിക്കുന്നതിൽ ഞങ്ങൾ ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല. കമാലാ നതഅഖർ ബഅദ ദാലിക, ഇനി ശേഷമുള്ള കാലഘട്ടത്തിലും ഇതൊക്കെ ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്ന് സഹായിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഫലി അജ്ലി ഹാദിഹിൽ ഖിദ്മാത്തിൽ ജലീല നഹ്നു നസ്തഹിഖു അൻ നത്ലുബ മിനൽ ഹുകുമത്തിൽ അലീമ അൽ മദ്ദ വൽ ഔന ലികൈലാ യജ്റ അഹദുൻ അലൈന. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും തുടർന്നും ഞങ്ങൾ നിങ്ങളെയും സഹായിക്കും. അതുകൊണ്ട് നിങ്ങളിൽ നിന്നുള്ള സർവത്ര സഹായങ്ങളും ഞങ്ങൾക്കും പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നുവെന്ന് അതീതത്തിന്റെ ഹരീലത്തെ ഉലാമ അഹമ്മദ് ലിനായിബി അമീരിൽ ഹിന്ദ് അൽ മുന്ദരിജ ഫി കിതാബി തബ്ലീഗ് റിസാല എന്ന കിതാബിന്റെ 7ാമത്തെ ഭാഗം ഇതെല്ലാം നിറഞ്ഞു കിടക്കുന്നുണ്ട്. എത്ര എത്ര കാര്യങ്ങളാ പറഞ്ഞു വന്നിരിക്കുന്നത്. വളരെ പച്ചയാണ്. ഇവിടെയുള്ള ഓരോ മണൽത്തരികൾക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് മീർസ ഗുലാം അഹ്മദ് ഖാദിയാനി എന്തിന് രംഗത്ത് വന്നാന്നുള്ളത്. സാക്ഷാൽ നെഹ്റു പോലും പറയുന്നൊരു വാക്കുണ്ട്. അദ്ദേഹം ബ്രിട്ടനിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് ബ്രിട്ടനിലുള്ള ഈ മീർസ ഗുലാം അഹ്മദ് ഖാദിയാനിക്കുള്ള സ്വാധീനം അദ്ദേഹം അവിടെ നിന്ന് മനസ്സിലാക്കുകയാണ്. കാരണം അവരുടെ ചർച്ചയിൽ മുഴുവനും മീർസ ഗുലാം അഹ്മദ് ഖാദിയാനിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള ലേഖനങ്ങളും എഴുത്തുകളൊക്കെ കണ്ടു. അപ്പൊ അദ്ദേഹം തിരിച്ചു വന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വചനങ്ങളിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എന്റെ ഈ യാത്രയിൽ ഒരു പുതിയ പാഠം ഞാൻ മനസ്സിലാക്കി. അതെന്താണ്? വഹു അന്ന ഇദാ അറദ്ന അൻ നുളഇഫ ഖുവത ബ്രിട്ടാനിയ ഫിൽ ഹിന്ദ്, ഇന്ത്യയിൽ ബ്രിട്ടന്റെ ശക്തി ക്ഷയിപ്പിക്കണമെന്ന്, അത് കുറക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അലൈന അൻ നുളഇഫൽ ജമാഅത്ത് അൽ അഹ്മദിയ്യ, അദ്ദേഹം പറഞ്ഞ വാക്കാണ്. നമ്മള് ഈ അഹമ്മദി ഗ്രൂപ്പിനെ അഥവാ മീർസ ഗുലാം അഹ്മദ് ഖാദിയാനിയുടെ ഗ്രൂപ്പിനെ തളർത്തൽ നമ്മളുടെ മേൽ നിർബന്ധമാണ് എന്ന് ഒരു ഹിന്ദുവായ നെഹ്റു പോലും എഴുതുന്ന വാക്കുകളുണ്ട്. അൽ ഖത്തറുല്ലദി യുഹദ്ദിദുൽ ഇസ്ലാം എന്ന് പറഞ്ഞ പേജ് 101 പേജിൽ ആ കിതാബിൽ ആ വാക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. വളരെ പച്ചയാണ് ഈ വിഷയം. ഞാനിത് ഈ വിഷയം തന്നെ നീട്ടിക്കൊണ്ടു പോവുകയല്ല. നമ്മുടെ നേരത്തെ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില വിഷയങ്ങൾ ആമുഖമായി പറഞ്ഞപ്പം അതിനോട് അനുബന്ധമായി ഈ വിഷയത്തെയും കൂടെ ഞാൻ ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ തകർക്കാൻ, മുസ്ലിമീങ്ങളെ ഇസ്ലാമിനെയും തകർക്കാനും ഒക്കെ അവർക്ക്, നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾക്ക് ആരെയും കൂട്ടുപിടിക്കുമെന്നുള്ളത്, അതിൽ പ്രത്യേകിച്ചും പ്രവാചകത്വവാദികളെ, പഴയകാല വലിയ നൂറ്റാണ്ടുകളുടെ പഴക്കമാണ് ഇതിനെന്ന് പറയുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കമാണ്. പ്രവാചകത്വവാദത്തിലൂടെ വിശുദ്ധ ഖുർആൻ ഷരീഫിന്റെ ആയത്തുകളെ തഹരീഫ് ചെയ്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് വന്നിട്ടുള്ള അനവധി ആളുകൾ ഈ രംഗത്ത് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഇവരുടെ കുതന്ത്രങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞ സമയത്താണെങ്കിലും തീരെ പറയാതെ വിട്ടുപോകാൻ പാടില്ലാത്ത ചില വിഷയങ്ങളിലൊക്കെ ഞാൻ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഒരു പ്രദേശത്ത് 15ഓളം ആളുകളെ ഖാദിയാനി മതത്തിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടുന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അവരോട് പോയി ചോദിച്ചു നോക്കി. അവർക്ക് ആഴങ്ങളിലൂടെ കടന്നു ചെന്ന് ഈസാ നബിയുടെ വഫാത്തോ മരണമോ ഒന്നും ആയിരിക്കില്ല അവരുടെ വിഷയം. ആദ്യമായി നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, എപ്പോഴും കാണുന്നത്, സാധാരണ ഇതിൽ അവരിൽ കണ്ടുവരാറുള്ളത്, അവർ നമ്മുടെ മുമ്പിൽ ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു അൽജമാഅത്ത് എവിടെ നമുക്ക്? ഒരു അൽജമാഅത്ത്, അലൈക്കും ബിൽ ജമാഅ എന്ന് പറഞ്ഞില്ലേ? മുസ്ലിമീങ്ങളാണെങ്കിൽ 1,900 സംഘടനകളാണ്. കേരളത്തിൽ പോലും ഒരുപാട് മതാധ്യക്ഷന്മാരും വിവിധ ഗ്രൂപ്പുകൾക്ക് വിവിധ പള്ളികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞങ്ങൾക്ക് ഒരൊറ്റ ഖിലാഫത്താണ്. ഒരു ഖലീഫയുടെ കീഴിൽ ഒരു ജമാഅത്തായി ലണ്ടൻ ആസ്ഥാനമായി ഞങ്ങളിങ്ങനെ ലോക രാജ്യങ്ങളിലൊന്നും ഒന്നായി പരന്നു കിടക്കുന്നു. അതുകൊണ്ട് ഒരു ജമാഅത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കൽ നിർബന്ധമാണ് എന്ന ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ടൊക്കെയാണ് അവർ സാധാരണയിൽ പാവങ്ങളായ പല ആളുകളെയും വശംവദരാക്കി കൊണ്ടുപോകാറുള്ളത്. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഖിലാഫത്തും ആ അൽ ജമാഅത്തും ഒക്കെ ഇവരിലുണ്ടോ അല്ലേ എന്നുള്ളതിനപ്പുറം നമ്മളൊന്ന് ചിന്തിച്ചാടി, മുസ്ലിമീങ്ങളിൽ എത്ര ആൾബലം കൊണ്ട് ഏതെല്ലാം ഗ്രൂപ്പുകളുണ്ട്, ഓരോ ഗ്രൂപ്പുകളുണ്ട്. നമ്മൾ ലോകാടിസ്ഥാനത്തിൽ ഒറ്റ മർക്കസും ഒറ്റ കേന്ദ്രവുമായി ലോകാടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു അമീറിന്റെ നേതൃത്വത്തിൽ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമല്ലേ തബ്ലീഗ് ജമാഅത്തിന്റെ മർക്കസ്? ഒന്ന് പരിശോധിച്ച് നോക്കി. അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും വരെ മുഷാവറ ചെയ്യണമെങ്കിൽ അവിടെ വന്ന് 2-3 ദിവസം 2 കൊല്ലത്തിലൊരിക്കൽ വന്ന് മുഷാവറ ചെയ്തിട്ടാ പോകുന്നത് അല്ലേ? അതേപോലെ തന്നെ ഇന്ന് ഒരുപാട് തരീഖത്ത് സൂഫിയത്തിന്റെ രീതിയിൽ ഖലീഫമാരുണ്ട്, ഒരുപാട് ഖലീഫമാര്. ഇവര് ഈ പറയുന്ന അർത്ഥത്തിലുള്ള ഖലീഫയാണോ അല്ലേ നബിതങ്ങൾ പറഞ്ഞെന്നുള്ളത് വേറെ യാഥാർത്ഥ്യം. മീർസ പോലും പറയാറുണ്ട്, ഖലീഫത്തുല്ലാഹിൽ മഹ്ദി ഹക്കമൻ അദലൻ, ഒരു നീതിമാനായ ഒരു ഭരണാധികാരിയായ രൂപത്തിൽ മഹ്ദി ഇമാമ് വരുമെന്ന് പറഞ്ഞ മഹ്ദിയാണ് ഞാൻ എന്നൊരു ഭാഗത്തൂടെ പറഞ്ഞപ്പോൾ തന്നെ അയാൾ പറയുന്നുണ്ട്. എനിക്കിങ്ങനെ ആലോചിക്കുമ്പോൾ തോന്നും, ആ ഹദീസിൽ പറയപ്പെട്ട ഹക്കമൻ അദലൻ എന്താ? ഒരു ചെറിയ വിലായത്തിന്റെ, ഒരു ജില്ലയുടെ, ഒരു പഞ്ചായത്തിന്റെ പോലും നീതിമാനായ ഒരു ഭരണാധികാരിയുടെ രൂപം എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു ഭരണ സ്വാധീനവും കിട്ടാത്ത വെറുമൊരു സൂഫി തരീഖത്തിലൂടെയുള്ള ഒരു സാധകീയായ ഒരു വിനയനായ ഒരു ഖലീഫയാണ് ഞാൻ. വേറെ ഹദീസിൽ വ്യക്തമായി പച്ചയായി പറഞ്ഞ ഭരണ സ്വാധീനതയോടുകൂടിയ ഒരു ഖലീഫ അതിനിയും വരാം. ആരോടാ പറഞ്ഞറിയോ? അയാൾ പറയുന്നത് ഇനിയും വരാം. ഇത് അയാളാണെന്ന് ഹദീസിൽ പറയപ്പെട്ട മഹ്ദിയും ഈസയും ഞാനാണെന്ന് വാദിക്കുന്നതിനോടൊപ്പവും അയാൾ ഇത് പറയാം. ഇത്രയും കാലം ഈസയാണ് മസീഹാണെന്ന് പറഞ്ഞു നടന്ന ആളുകളെ പറ്റിച്ച് ആ ഒറിജിനൽ ഈസയും മസീഹും ഒക്കെ ഇനിയും വരാം, എന്നിൽ തന്നെ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്ന പരാമർശങ്ങൾ ധാരാളം കാണാൻ സാധിക്കും. അതൊരു ഭാഗത്ത്. എന്നിട്ട് നമ്മൾ ഇതിലേക്കൊന്ന് കടത്തു നോക്കി. ഇപ്പോ ഇവര് ഒരു ഖിലാഫത്തിന്റെ കീഴിൽ, ഒരു ഭരണത്തിന്റെ കീഴിലുള്ള ലോകാടിസ്ഥാനത്തിൽ ഒരു ഖലീഫയും ഒരു അമീറുമായിട്ടുള്ള ഗ്രൂപ്പാണ് ഇവര് എന്നുള്ളത് പച്ച നുണയാണ്. ഇവര് വ്യത്യസ്തമായ നേതൃത്വവും വ്യത്യസ്തമായ മതാധ്യക്ഷന്മാരും വ്യത്യസ്ത വീക്ഷണങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മുസ്ലിമല്ല, അവർ അഹമ്മദീയത്തിന്റെ വിശ്വാസങ്ങൾക്ക്, അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് എതിരാണ് എന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് ഞങ്ങൾ മാത്രമാണ് ശരി എന്ന് വാദിച്ചുകൊണ്ട് നടക്കുന്ന 8 ഗ്രൂപ്പുണ്ട്. ഇവര് 8നും 8 തരത്തിലുള്ള വെബ്സൈറ്റുകളുണ്ട്. ഒന്നാമത്തതിന്റെ പേര് ജമാഅത്തെ അഹമ്മദിയത്തെ ഇസ്ലാഹെ പസന്ത് എന്നുള്ള പേര്. അതിന്റെ നേതൃത്വം കൊടുക്കുന്നത് അബ്ദുൽ ഗഫാർ ജംബാഹിയാണ്. അദ്ദേഹം വാദിക്കുന്നത് അന്നഹു ഗുലാമുൻ മസീഹുസ്സമാൻ,
മുസ്ലിഹെ മൗഊദ് എന്ന പേരിലാണ് അയാളെ അപരനാമം. മുസ്ലിഹെ മൗഊദ്, വാഗ്ദത്ത മുസ്ലിഹ് എന്ന്. അദ്ദേഹം മസീഹ് സമാനാണ് എന്ന് അദ്ദേഹം വാദിക്കുന്നു. അദ്ദേഹം ഖലീഫത്തുള്ളയാണെന്ന് വാദിക്കുന്നു. ഇപ്പോ വഹി വൽ ഇൽഹാമാത്ത്, അയാൾക്കും വഹിയും ഇൽഹാമാത്തും ഒക്കെ ഉണ്ട് എന്ന് അയാൾ വാദിക്കുന്നു. മീർസ എന്താ പറഞ്ഞതെന്നറിയോ? എനിക്ക് ശേഷം വഹിയില്ല, എനിക്ക് ശേഷം പ്രവാചകത്വമില്ല, എനിക്ക് ശേഷം ഇരുട്ടാണെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അനുയായിയാണ് പിന്നെ വാദിക്കുന്നത് എനിക്കും വഹിയും ഇൽഹാമുണ്ട് എന്ന്. അങ്ങനെ ആകെ തെറ്റിയവര് പരസ്പരം തെറ്റാൻ തുടങ്ങി. രണ്ടാമത്തെ വിഭാഗമാണ് ജമിയത്തെ അഹമ്മദിയ കമ്മ്യൂണിറ്റി എന്നറിയപ്പെടുന്നത്. അവര് മീർസ മസ്റൂർ അഹമ്മദ് എന്ന് പറയുന്ന ഇന്നത്തെ മീർസയുടെ 4ാമത്തെ പൗത്രനെ അംഗീകരിച്ചുകൊണ്ടും അദ്ദേഹത്തെ ഖലീഫയാക്കിക്കൊണ്ടും ജീവിക്കുന്ന ലണ്ടൻ ആസ്ഥാനമായി ജീവിക്കുന്നവര്, അദ്ദേഹം വാദിക്കുന്നത് അന്നഹു യദ്ദഹി ഖലീഫത്തുള്ള, അദ്ദേഹം അള്ളാഹുവിന്റെ ഖലീഫയാണ്. അദ്ദേഹം ഇന്ന് കേരളക്കാരിൽ ഭൂരിഭാഗവും അദ്ദേഹത്തെ അനുധാവനം ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വെബ്സൈറ്റ് ഉണ്ട്. മൂന്നാമത്തേത് ഗ്രീൻ അഹമ്മദിയത്ത് എന്ന് പറയുന്നത്, പച്ച അഹമ്മദിയത്ത് എന്ന വിഭാഗം. മീർസ റാഫി അഹമ്മദാണ് അതിന്റെ നേതൃത്വത്തിലുള്ളത്. അദ്ദേഹത്തിന്റെയും അത്ബാഇകള് അദ്ദേഹത്തിന് വിളിക്കുന്ന പേര് മഹമൂദെ സാനി എന്നാണ് വിളിക്കുന്നത്. നാലാമത്തേത് ജമാഅത്തെ സഹീഹുൽ ഇസ്ലാം, യഥാർത്ഥ ഇസ്ലാമിന്റെ സംഘം എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അവരുടെ നേതൃത്വം മുനീർ അഹമ്മദ് ആസിം. അദ്ദേഹം വാദിക്കുന്നു അദ്ദേഹം ഖലീഫത്തുള്ളയാണ്. അദ്ദേഹം അദ്ദേഹം എന്തും കൂടെ വാദിക്കുന്നു, മസ്റൂർ അഹമ്മദിന്റെ, ഇന്ന് കേരളക്കാരെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന മസ്റൂർ അഹമ്മദിന്റെ സംഘം ഇവരുടെ കഠിന ശത്രുക്കളും, മസ്റൂർ അഹമ്മദിന്റെ സംഘം യഥാർത്ഥ നഹ്ജിൽ നിന്നും തെറ്റിപ്പോയവരുമാണ്, യഥാർത്ഥ ലൈനിൽ നിന്നും തെറ്റിയവരുമാണ്, അഹമ്മദീയത്തിന്റെ അധ്യാപനങ്ങളിൽ നിന്നും അകന്നുപോയവരുമാണ് എന്ന് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കും വെബ്സൈറ്റുകളുണ്ട്. അഞ്ചാമത്തേത് ജമാഅത്ത് അഹമ്മദിയത്തുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന സഫറുള്ള എന്ന് പറയുന്ന ആള് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘമാണ്. അദ്ദേഹം വാദിക്കുന്ന അദ്ദേഹം ഖലീഫത്തുള്ളയാണെന്നും അവരാണ് യഥാർത്ഥത്തിൽ ശരിയായ അഹമ്മദിയത്തിനെ അനുധാവനം ചെയ്യുന്നത്, മറ്റുള്ളവരല്ല എന്ന് വാദിക്കുന്നു. ആറാമത്തത് അഹമ്മദിയത്തെ ഹക്കീക്കി എന്ന് പറയപ്പെടുന്ന ഒറിജിനൽ അഹമ്മദിയത്ത് എന്ന് പറയുന്ന ജമാഅത്ത് അഹമ്മദിയ ഹക്കീക്കി എന്ന് പറയുന്നത് നാസിർ അഹമ്മദ് സുൽത്താനിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന ആള്. അതേപോലെ അവർക്ക് വലിയ വേഷഭൂഷാദികളൊക്കെ കൊണ്ട് വലിയ തലക്കെട്ടുന്നൊക്കെ വെച്ച് വലിയ താടിയൊക്കെ വെച്ച് ഒരു വലിയ തമ്പതാവിയുടെ രൂപത്തിൽ ഇങ്ങനെ രംഗപ്രവേശനം ചെയ്യുന്ന ഈ കാംനൈകളുടെ രൂപമൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ രൂപങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തനായി മീർസയുടെ യഥാർത്ഥ ഷക്കലും രൂപമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അയാള്. അദ്ദേഹം മസ്റൂർ അഹമ്മദിന്റെ ആളുകളെയും കൂടെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വന്നോളി, രക്ഷ വേണമെങ്കിൽ എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏഴാമത്തേത് അൻവാറുൽ ഇസ്ലാം നൈജീരിയ എന്ന് പറയുന്ന നൈജീരിയ ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മസ്റൂർ അഹമ്മദിന്റെ വിഭാഗമായി നിലനിൽക്കുമ്പോഴും സ്വയം ഒരു വിഭാഗമായി പിരിഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരും മസ്റൂറിന്റെ അനുയായികളുമായി വലിയ നിയമ ആഭ്യന്തര പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഇവർക്ക് ഈ അഞ്ജുമൻ ഇശാഅത്തെ ഇസ്ലാം ലാഹോർ വിഭാഗം എന്ന് പറയപ്പെടുന്ന എട്ടാമത്തെ ഗ്രൂപ്പ് ലാഹോരി വിഭാഗം എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രൂപ്പുണ്ട്. മീർസ മരിച്ചോടുകൂടി തന്നെ ലാഹോരി വിഭാഗം ഒരു പ്രബല ഭാഗമായി മാറി. പാകിസ്ഥാനിലും ലാഹോറിലും വളരെ കൂടുതലുള്ളത് ഈ ലാഹോരികളാണ്. എന്താ അതിന്റെ സ്ഥാപകൻ മുഹമ്മദ് അലിയാണ്. അവർ പറയുന്നത് ഗുലാം അഹമ്മദിന്റെ അധ്യാപനങ്ങളൊക്കെ സത്യമായിരുന്നു. പക്ഷേ ഇന്നത്തെ ഖാദിയാനികൾ അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളിൽ നിന്നും അടിസ്ഥാനപരമായി വ്യതിചലിച്ചു. എന്താ വ്യതിചലിക്കാൻ കാരണം? മീർസ അഹമ്മദ് ഖാദിയാനി ഒരിക്കലും അദ്ദേഹം പ്രവാചകത്വവാദിയായിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. പിന്നെയോ അദ്ദേഹം മഹ്ദിയാണ്, മുജദ്ദിദാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം മസീഹെ മൗഊദാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും മീർസ അഹമ്മദ് ഖാദിയാനി പ്രവാചകത്വവാദം വാദിച്ചിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ നമ്മളിങ്ങനെ അന്താളിച്ച് നോക്കും, എന്താണ് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? പിന്നെ എന്തിനാ നമ്മൾ ഇത്ര വരെ കുത്തിയിരുന്നത്? മീർസ പ്രവാചകനാണോ എന്ന് പറഞ്ഞ അതേ മീർസ, ആ മീർസയുടെ അനുയായികൾ എന്ന് പറയപ്പെടുന്ന ഒരു വലിയ പ്രബല വിഭാഗമാകുന്ന ലാഹോരികൾ, അവര് ഈ മീർസയെ എഴുന്നള്ളിച്ച് പ്രവാചകനായി എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്കെതിരെ ആരോപിക്കുന്നത് മീർസ പ്രവാചകനായിട്ടില്ല, പ്രവാചകനാണ് എന്ന് അയാൾ അവകാശപ്പെട്ടിട്ടേ ഇല്ല. നിങ്ങൾക്ക് അയാളുടെ വാക്കുകൾ തിരിയാത്തത് കൊണ്ടാണ് നിങ്ങൾ അയാളുടെ മേൽ പ്രവാചകത്വം വാദിക്കുന്നത് എന്ന് ലാഹോരികളായ ഖാദിയാനികള് ശക്തമായി നിശിതമായി എട്ടാമത്തെ വിഭാഗമാകുന്ന ആളുകൾ ഇവർക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് വെറുതെ ഇവിടെ പറഞ്ഞതല്ല. പൊതുവെ പൊതുസമൂഹത്തെ വഴിതെറ്റിക്കാൻ വേണ്ടി അവർ പറയാറുള്ളത്, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളി, ഇവിടെ അൽജമാഅത്ത് ഉണ്ടാവും, സുന്നി മുജാഹിദ്
സമസ്ത ഈ KP എന്നൊക്കെ പറഞ്ഞുള്ള തബ്ലീഗ് എന്ന ഗ്രൂപ്പൊന്നും ഞങ്ങളിലില്ല എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ അവരുടെ യാഥാർത്ഥ്യം പൂഴ്ത്തിവെച്ചുകൊണ്ടുള്ള ഒരു സമർപ്പണമാണ് നിങ്ങളുടെ മുമ്പിൽ അവർ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി അവസരോചിതമായിട്ട് ആ വിഷയം വളരെ അടിസ്ഥാനമായ വിഷയമായതുകൊണ്ട് മാത്രം പറയുകയാണ്. പിന്നെ എന്തുകൊണ്ട് ലാഹോരികൾക്ക് അങ്ങനെ മനസ്സിലായി? ലാഹോരിക്ക് മനസ്സിലായതിന് എനിക്കും മനസ്സിലായിട്ടുണ്ട്. മീർസന്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്കും തോന്നുന്നത് ഈ ലാഹോരികൾ പറഞ്ഞാണ് ഏറെക്കുറെ ശരിയെന്ന്. മീർസയുടെ മുഴുവൻ ഗ്രന്ഥങ്ങളും തർത്തീബോടുകൂടി ക്രമപ്രകാരം തന്നെ അങ്ങനെ നമ്മൾ വായിച്ചു പോവുകയാണെങ്കിൽ പലതും അദ്ദേഹത്തിന്റെ ആയുഷ്കാലം വെച്ച് അയാൾ പ്രവാചകത്വം വാദിച്ച കാലം, പിന്നെ പ്രവാചകനായി നിലനിന്നു എന്ന് പറയുന്ന വാദം, അദ്ദേഹം മരിക്കുന്നത് വരെ വർഷക്കണക്ക് വെച്ചുകൊണ്ട് വായിച്ചാൽ അയാൾ പ്രവാചകനല്ല, പ്രവാചകനെന്ന് അയാൾ വായിച്ചിട്ടില്ല. വായിച്ചിട്ടില്ല എന്നുള്ളതാണ് കൂടുതൽ തെളിവ്. എന്നാലോ ഇടക്കിടക്ക് പിച്ചുമ്പയും പറഞ്ഞായി പ്രവാചകനാണെന്ന് അയാൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അതിനെയൊക്കെ നിരാകരിക്കുന്ന തരത്തിൽ വാദിച്ചിട്ടുണ്ട്. ഇപ്പൊ ലാഹോരികളുടെ തലയിൽ വീണ്ടും തലച്ചോറുണ്ട് നമുക്ക് തോന്നിപ്പോകും. ഇവരുടെ തലയിൽ മീർസയെ പ്രവാചകനായി എഴുന്നള്ളിക്കുന്ന ആളുകളുടെ കയ്യിൽ അതുമില്ല എന്ന് നമുക്ക് ലാഹോരികളെ വീണ്ടും നമ്മൾ പുകഴ്ത്തി പോകുന്ന രംഗങ്ങൾ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കീറാമുട്ടിയിൽ അവരും അകപ്പെടുന്നത് കൊണ്ടാണ് ഖാദിയാനികളുടെ സംവാദത്തിന് വേണ്ടി തയ്യാറായാൽ. ഇപ്പൊ അടുത്ത് ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടതാണ്, നമ്മുടെ ബാദുഷാ മൗലവി സാക്ഷിയാണ്. അദ്ദേഹം അടങ്ങുന്ന ഒരു സംഘം ഏഴോം സംവാദം എന്ന കണ്ണൂർ സംവാദം നടത്തിയത്. അതിന്റെ കുറെ ഭാഗങ്ങൾ ഞാൻ കേട്ടു. അവിടെ PP അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യത്തിന് മുമ്പിൽ മറുപടി പറയുന്നില്ല. അത് പറയില്ല അവര്. എന്ത്, എപ്പോഴാണ് മീർസ പ്രവാചകനായത്? അങ്ങനെ ഉണ്ടാവുമല്ലോ, കൃത്യ ഒരു വർഷം. 1839 ജനിച്ച അയാള് 1908 മരിക്കുകയാണ്. 68 വയസ്സോളം ഉണ്ട്. ഇങ്ങനത്തെ ഈ മനുഷ്യൻ എന്ന് പ്രവാചകത്വം ലഭിച്ചു? എന്നാ പിന്നെ ആടെ നിങ്ങട്ട് നമ്മൾ എടുക്കാലോ. ഇപ്പൊ കാരണം എന്താ പറയാൻ കാരണം അറിയോ? അതുപോലെ തുറന്ന് പറയാൻ മടിക്കാൻ കാരണം ഇദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളും ബറാഹിനെ അഹമ്മദിയ, ഇസാലെ ഔഹാം, റൂഹാനി ഖസായിന്, അഞ്ചാമെ ഹാത്തം, ഇതുപോലുള്ള അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിൽ കുറെ വൈരുദ്ധ്യങ്ങൾ കാണുമ്പോൾ, ഇപ്പൊ ഈസാ നബിയുടെ വിഷയത്തിൽ പോലും ഈസാ നബി ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം രണ്ടാമത് ഇറങ്ങി വരും എന്നൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളുണ്ട്. ഇപ്പൊ ഇതൊക്കെ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവരിങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി അവരെടുക്കുന്ന അവരുടെ ഒരു തന്ത്രം, അത് സാധാരണ മുസ്ലിമീങ്ങൾ വിശ്വസിച്ചതുപോലുള്ള വിശ്വാസം അയാളിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജഹാലത്തിന്റെ കാലത്ത് അദ്ദേഹത്തിന് വഹീ കിട്ടിയപ്പോ അദ്ദേഹം തിരുത്തി എന്നാ പറയല്. അദ്ദേഹത്തിന് വഹീ കിട്ടിയപ്പോ അദ്ദേഹം തിരുത്തി. ഈസാ നബി ആകാശലോകത്ത് ഹയാത്തോടെ ഈ സ്ഥൂല ശരീരത്തോടുകൂടി ഉയർത്തപ്പെട്ടുവെന്നും അദ്ദേഹം വീണ്ടും തിരിച്ചു വരുമെന്നും ഒക്കെ സാധാ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം വഹീ കിട്ടിയ ശേഷം അദ്ദേഹം തിരുത്തി എന്നാ പറയല്. അതിനുവേണ്ടി ഒരു ഇടം ബാക്കി വെക്കാൻ വേണ്ടി മാത്രം. അപ്പൊ എന്നാണ് അദ്ദേഹം പ്രവാചകനായത് തുറന്നിട്ട് പറയില്ല. അപ്പൊ ഞാൻ അന്ന് വിചാരിച്ചു, ഈ ബാദ്ഷാ മൗലവിയോട് ചോദിച്ചു നോക്കി അറിയാം. അവിടുന്ന് പലവരും അദ്ദേഹം ആവർത്തിച്ച് ചോദിച്ചിട്ടും പ്രവാചകത്വം എന്ന് കിട്ടിയെന്ന് അങ്ങനെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഒന്നിട്ട് പറയാൻ കഴിയൂല എന്ന് അയാളെന്ന് പറയാ. അതിപ്പോ എന്താ വിഷയം? അത് പറഞ്ഞ വിഷയമായിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് മറുപടി അതിന് കൃത്യമായിട്ടില്ല. പക്ഷേ പ്രവാചകനായി അദ്ദേഹം വാദിച്ചു എന്ന് സ്ഥിരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ന് പ്രവാചകനായി എന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ അനുയായികള് നിവൃത്തിയില്ലായ്മ കൊണ്ട് വാദിക്കുന്നൊരു വാദവുമുണ്ട്. വലൗ തഖവ്വല അലൈനാ ബഅദൽ ഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين. വിശുദ്ധ ഖുർആൻ ഷരീഫിന്റെ ഈ സൂറത്ത്, ഈ ആയത്ത് ഓതിക്കൊണ്ട് മീർസയുടെ പ്രവാചകത്തെ വാദിക്കാനും സ്ഥിരപ്പെടുത്താനും അവർ ഓതുന്ന ആയത്താണിത്. എനിക്ക് ഈ ആയത്ത് പലരിൽ നിന്നും എന്നോട് ഓതി കേൾപ്പിച്ച പല ഖാദിയാനികളുണ്ട്. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ റഈസായ ശംസുദ്ദീൻ, ഇവരുടെ ഇസ്രായേലിലെ പ്രബോധകൻ, മെനിഞ്ഞാന്ന് പോലും ഞാൻ 2 ചോദ്യം അവരുടെ സൈറ്റിൽ ചോദിച്ചപ്പോ എനിക്ക് മറുപടി തന്നുകൊണ്ടിരുന്ന ഷബീൽ അഹമ്മദ്, ഇവർക്ക് ഖാദിയാനികളുണ്ട്, ആരാ ഷബീൽ അവർക്കറിയാം. കൃത്യമായും കേരളത്തിൽ ഗ്രാമറോടുകൂടി അറബി സാഹിത്യത്തോടുകൂടി
നമ്മളോട് സംവദിക്കാൻ കഴിവുള്ള ഒറ്റപ്പെട്ട വ്യക്തിത്വങ്ങളിൽപ്പെട്ട ഒരാളാണ് ഷബീൽ അഹമ്മദ്. ഷബീൽ അഹമ്മദിനോട് പോലും ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് അവൻ നേരെ റഫർ ചെയ്തത് ഈ ഷംസുദ്ദീൻ എന്ന് പറയുന്ന അവരുടെ ഇസ്രായേലിലേക്ക് അയച്ചിട്ട് ഷംസുദ്ദീന്റെ ടോക്ക് സംസാരമാണ് എനിക്ക് മറുപടി എത്തുന്നത്. ഓൻ നേരിട്ട് പറയുകയല്ല കേട്ടോ. കാരണം അത്രത്തോളം വിവരമുള്ള ഷംസുദ്ദീൻ എന്റെ മുമ്പിൽ ഈ ആയത്ത് ഓതിയൊരിക്കൽ. എപ്പോഴാ ഓതിയത്? ഏകദേശം ചർച്ചയുടെ അവസാനത്തോടെടുക്കുമ്പോഴാണ് ഈ ആയത്ത് ഓതിക്കൊണ്ട് പറയുന്നത്, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ. വിശുദ്ധ ഖുർആൻ ഷരീഫിൽ അല്ലാഹു തആല പറയുന്നു, നമ്മുടെ മേൽ കെട്ടുകഥകളും നുണക്കഥകളും ആരെങ്കിലും വെച്ച് കെട്ടി സംസാരിച്ചാൽ എന്ന് പറഞ്ഞാൽ, പടച്ചവൻ വഹി നൽകാത്ത ഒരുത്തൻ, ഒരു കള്ളവാദി അള്ളാഹുവിന്റെ മേൽ കളവ് വെട്ടിക്കൊണ്ട് ഞാൻ പ്രവാചകത്വം വാദിച്ചുകൊണ്ട് രംഗത്ത് വരികയാണെങ്കിൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, നമ്മുടെ വലങ്കരം കൊണ്ട് നാം ശക്തിയോട് അവനെ പിടിക്കും. സുമ്മ ലഖതനാ മിൻഹുൽ വതീൻ, എന്നിട്ട് അവന്റെ കണാര നരമ്പ് മുറിച്ചുകൊണ്ട് ഞാൻ അവനെ കൊന്നുകളയുമെന്ന് ഖുർആൻ. അല്ലേ? അതുകൊണ്ട് തന്നെ ഒരു കള്ളവാദിക്ക് ജീവിക്കാൻ കഴിയൂല എന്നാ അയാളെ വാദം. ഒരു കള്ളവാദിക്ക്, ഒരു കള്ളപ്രവാചകന് സുസ്ഥിരമായി ജീവിക്കാൻ കഴിയൂല. ഈ ആയത്ത് വ്യക്തമായ തെളിവാണ് മീർസയുടെ പ്രവാചകത്വം ശരിയായിരുന്നു എന്നുള്ളതിന്. കാരണം മീർസയെ പലരും കൊല്ലാൻ നോക്കിയിട്ടും പലരും ശ്രമിച്ചു. ഒരു കുട്ടി അയാളെ കൊല്ലാൻ നോക്കിയില്ല, അത് വേറെ യാഥാർത്ഥ്യം. പല രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം അതിജീവിച്ചു. എത്ര വർഷം? ഒരു പ്രവാചകനാകേണ്ട മിനിമം വർഷം അവർ പറയുന്നത് ഖാത്തമുൻ നബിയീൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം ജീവിച്ച 23 വർഷമാണ്. ഈ 23 വർഷത്തിനപ്പുറം അയാൾ പ്രവാചകനായി ജീവിച്ചിരിക്കെ ഈ വിശുദ്ധ ഖുർആൻ ശരീഫിന്റെ ആയത്തിൽ ഈ പറഞ്ഞ സ്ഥിതിക്ക് മീർസ എങ്ങനെ കള്ളനും? ഒരു കള്ളനാണെങ്കിൽ അയാൾ എന്നോ മരിച്ചുകൊണ്ടേ, പടച്ചോന്നാണ് അയാളെ കൈകാര്യം ചെയ്യുമെന്ന് ഖുർആനിലല്ലേ പറഞ്ഞിരിക്കുന്നതെന്നാ അയാൾ ചോദിക്കുന്നത്. ഞാൻ അവിടെ പിടിച്ചു. കാരണം അതുവരെ മീർസയുടെ പ്രവാചകത്വം എന്ന് ചോദിച്ചപ്പോൾ അയാളും മറുപടി പറഞ്ഞിരുന്നില്ല. എന്നാ ശരി, ഇപ്പൊ നമ്മൾ ചർച്ച ആദ്യത്തിലേക്ക് കൊണ്ടുപോവുക. മീർസ അപ്പോ 23 വർഷത്തിലപ്പുറം മീർസ പ്രവാചകനായിട്ടുണ്ടെങ്കിൽ 1880 മുന്നേ അയാൾ പ്രവാചകനാകണം. അല്ലേ? രണ്ടിലും നമ്മിക്കണം. 1880 മുന്നേ. കാരണം ഇത് വാദിക്കുമ്പോ വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ എന്ന ആയത്ത് മീർസ ഓതുന്നത്, മീർസയും ഓതുന്നുണ്ട് ഈ ആയത്ത്. മീർസ ഓതുമ്പോ അദ്ദേഹത്തിന് 1903 അയാൾ ഈ ആയത്ത് ഓതിക്കൊണ്ട് പറയുന്നത്. 1903 അയാൾ പറയുന്നുണ്ട്, ഒരു പ്രവാചകനായിരിക്കേണ്ട 23 വർഷത്തിന്റെ അപ്പുറം ഞാൻ പ്രവാചകനായി പിന്നിട്ടിരിക്കുന്നു. അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ശംസുദ്ദീൻ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പോ മീർസ 1880 മുന്നേ പ്രവാചകനാണ് എങ്കിൽ ഒരുപാട് അബദ്ധജടിലങ്ങളായ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈസാ നബി ആകാശലോകത്ത് സ്ഥൂല ശരീരത്തോട് ജീവിച്ചിരിക്കുന്നുവെന്നത് വിശ്വസിക്കൽ ശിർക്കാണ് എന്നാണ് അയാള് 90-ന് ശേഷം തിരുത്തി പറഞ്ഞത്. ഈസാ നബി എങ്ങാനും ഇങ്ങനെ കാലാകാലം ഇങ്ങനെ ജീവിച്ചിരിക്കുകയാണ്, അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ പോലെ ഖാലിദും മുഖല്ലദുമായ രീതിയിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുക എന്നുള്ളത് ആ വിശ്വാസം തനി കൊടിയ ശിർക്കാണ് എന്ന് മീർസ പിന്നെ മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മീർസയുടെ വചനങ്ങളിലൂടെ ഈ അദ്ദേഹത്തിന്റെ ബറാഹീനെ അഹമ്മദി എന്ന ഗ്രന്ഥങ്ങളിൽ, ആ ഗ്രന്ഥം മുഴുവനും ഈ കാലഘട്ടങ്ങളിൽ എഴുതിയിട്ടുള്ളതാണ്. ഏകദേശം 1901 വരെയും, അഥവാ അദ്ദേഹം ഈസാ നബി സ്വലാത്തു വസ്സലാം ആകാശത്ത് തന്നെ ജീവിച്ചിരിപ്പുണ്ട് എന്നും അദ്ദേഹം ഒരാവർത്തി കൂടി തിരിച്ചു വരുമെന്നും അദ്ദേഹമാണ് ഞാൻ യഥാർത്ഥത്തിൽ ആ ഈസയല്ല എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പരാമർശ വിധേയമായ വാക്കുകൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അറിവിലേക്ക് കുറെ കാലങ്ങൾക്ക് ശേഷം കണ്ടെത്തിയതായതുകൊണ്ട്, പരിശ്രമപരമായി കണ്ടെത്തിയതായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് കാദ്യാനികളെ പിടിക്കാൻ, അവരോട് നേരിടാൻ വലിയൊരായുധമാണിത്. അദ്ദേഹം എന്ന് പ്രവാചകനായിട്ടുണ്ട് എന്നുള്ളത്. എന്നാ പിന്നെ വഹി ലഭിച്ചതിന് ശേഷം പിന്നെ ഒരിക്കലും അയാൾക്ക് അബദ്ധം ഉണ്ടാകാൻ പാടില്ലല്ലോ. വഹി കിട്ടിയതിന് ശേഷം ഒരിക്കലും മുസ്ലിമീങ്ങൾ, സാധാ മുസ്ലിമീങ്ങൾ വെച്ചു പുലർത്തുന്ന ഷിർക്കി വിശ്വാസം അദ്ദേഹത്തിന് വെച്ചു പുലർത്താൻ പാടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ താരീഖ് കൊണ്ട് തന്നെ, ഡേറ്റ് കൊണ്ട് തന്നെ പിടിക്കാൻ വേണ്ടി പറയുകയാണ്. മീർസയുടെ ഏജാസെ മസീഹ് പേജ് 202 അദ്ദേഹം പറയുന്നുണ്ട്, വഖദ് ഊഹിയ ഇലയ്യ ഇലാ മുദ്ദത്തിനിയ മുദ്ദത്ത് വഹിയ ഖാതമുൻ നബിയ്യീൻ. ഖാതമുൻ നബിയ്യീൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വ കാലഘട്ടമാകുന്ന 23 വർഷ സംവത്സരം എനിക്ക് വഹി കിട്ടിക്കൊണ്ടേയിരുന്നു. വകുല്ലിംതു ഖബല അൻ അസ്നാ മിനൽ 40.
40-ാമത്തെ വയസ്സിനോട് അടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അള്ളാഹുവിനിൽ നിന്നും എന്നോട് സംസാരിക്കപ്പെട്ടുകൊണ്ടിരുന്ന പടച്ചവന്റെ മുക്കല്ലമായി മാറി ഞാൻ ഇലാ അൻസനതു മിനസ്സിത്തീൻ, ഞാൻ 60-ാമത്തെ വയസ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം 68 വയസ്സ് ജീവിച്ചിട്ടുണ്ട്. അപ്പൊ 60-ാമത്തെ വയസ്സെത്തിയപ്പം തന്നെ അയാൾ വാദിക്കുന്ന എന്താ പറയണത്? 60-ാമത്തെ വയസ്സിനോട് അടുക്കപ്പം അദ്ദേഹം പറയുന്നത് എനിക്ക് 23 വർഷം മുന്നേ വഹി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ 23 വർഷം പിന്നിട്ടു, പ്രവാചകത്വവാദത്തോടുകൂടി പിന്നിട്ടു എന്നാ പറയണത്, പ്രവാചകത്വവാദത്തോടുകൂടി. അപ്പൊ അദ്ദേഹം 1870 അവസാനത്തോടുകൂടി പ്രവാചകനായിട്ടുണ്ട്. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വാക്കുകൾ നിങ്ങൾ പിടിച്ചു വെച്ചിട്ട് അയാളുടെ എല്ലാ പൊട്ടത്തരങ്ങളും ഈ 80 മുതൽ 90 വരെയുള്ള അദ്ദേഹത്തിന്റെ ബറാഹീൻ അഹമ്മദിയെ നോക്കിയാൽ നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ സാധിക്കും. ജഹാലത്ത് എന്ന് അയാൾ പിന്നീട് വിശേഷിപ്പിച്ച സർവ്വവിശ്വാസങ്ങളും എന്ന് മാത്രമല്ല, അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, വലമാ ബലഗ്തു അശുദ്ധ ഉംരി വബലഗ്തു 40 സന ജാഅത്നി നസീമുൽ വഹി എന്ന്. ഞാൻ 40 വയസ്സ് പ്രായത്തോട് എന്റെ അതിശക്തനായ ഒരു പ്രായത്തിന്റെ അടുത്തേക്ക് ഞാൻ അടുത്തപ്പോൾ, 40നോട് അടുത്തപ്പോൾ എനിക്ക് വഹിയിന്റെ ദിവ്യ സന്ദേശമാകുന്ന ആ കാറ്റ് എനിക്ക് കിട്ടിയെന്ന് അദ്ദേഹത്തിന്റെ ഐനെ മിർആത്തെ കമാലാത്തെ ഇസ്ലാം പേജ് 548 അദ്ദേഹം പറയുന്നുണ്ട്. ഈ നിങ്ങൾ ചിന്തിച്ചോളി, ഇതാണ് അദ്ദേഹത്തിന്റെ പ്രവാചകത്വ കാലഘട്ടം. ഇപ്പൊ മനസ്സിലായല്ലോ. അതായത് 1878-ലും 9-ലും ഒക്കെ ആയിട്ട് അദ്ദേഹം പ്രവാചകനാകണം. എന്നാൽ 1879-ൽ പ്രവാചകനായ അദ്ദേഹം 1896-ൽ 1896 എന്ന് പറഞ്ഞ വർഷത്രായി പിന്നെ പ്രവാചകനായിട്ട്? എത്രയായി? 1879-ൽ മുന്നേ പ്രവാചകനായിട്ടുണ്ട് എന്നാണ് അയാളുടെ വാദഗതി. എന്നാൽ 1896-ൽ മീർസ പറയുന്ന ഒരു വാക്കൊന്ന് അടിച്ചു. 896-ൽ അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ലാഹോരികൾക്ക് പിന്നെയും ബുദ്ധിയുണ്ട് എന്ന്. നമ്മളെ കൗമിന്, നമ്മളെ കേരളക്കാരനായ ഈ കാദ്യാനികൾ ബുദ്ധി എവിടെയോ കൊണ്ടുവച്ചതാണ് അയാൾ പറഞ്ഞ വാക്കുകൾ നോക്ക്. और क्या ऐसा वो शख्स जो कुरान शरीफ पर ईमान रखता है और आयते वलाकिर रसूलुल्लाह व ഖാതമുൻ നബിയീൻ को खुदा का कलाम यकीन रखता है. എന്താ ഇങ്ങനെ ഒരു വ്യക്തിക്ക് ആകാൻ സാധിക്കുമോ? എങ്ങനെ? ഒരാള് ഖുർആൻ ഷരീഫിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നു, വലാക്കിർ റസൂലുള്ളാഹി വ ഖാതമുൻ നബിയീൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ റസൂലും ദൂതരും ഖാതമുൻ നബിയുമാണ്, പ്രവാചകത്വത്തിന് പരിസമാപ്തി കുറിച്ച ആളുമാണ് എന്ന ഈ ഖുർആനിന്റെ ആയത്ത്, അത് അള്ളാഹുവിന്റെ ഖുദാക കലാം യക്കീൻ രഖ്താ ഹൈ, ഇത് അള്ളാന്റെ കലാമാണ് എന്ന് അദ്ദേഹം അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. വോ കഹ് സക്താ ഹൈ, അങ്ങനത്തെ ഒരു മനുഷ്യന് പറയാൻ ഒക്കുമോ, കഴിയുമോ? എന്തെന്നാൽ മൈബി ആനന്ദ സല്ലല്ലാഹു അലൈഹി വസല്ലം കെ ബാദ റസൂൽ അവർ നബിഹു, ഞാനും മുഹമ്മദ് നബിക്ക് ശേഷം പ്രവാചകനോ നബിയോ ആണ് എന്ന് ഒരു മനുഷ്യന് പറയാൻ കഴിയുമോ എന്ന് അയാൾ ചോദിക്കുന്നത്. അയാൾ ചോദിക്കുകയാണ്, ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? ഒരിക്കലും കഴിയൂല. ഖാതമുൻ നബിയീൻ എന്ന ഖുർആന്റെ ആയത്ത് ഇവിടെ കിടക്കെ, അത് അള്ളാഹുവിന്റെ കലാമാണെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് നബിതങ്ങൾ മുഹമ്മദ് നബിക്ക് ശേഷം ഞാൻ പ്രവാചകനാണ്, നബിയാണ് എന്ന് പറയാൻ സാധിക്കുമോ? സാഹിബെ ഇൻസാഫെ തലബ് കോ യാദ് രഖ്നാ ചാഹിയെ, നീതിയുക്തമായി കാര്യങ്ങൾ നോക്കി പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഓർത്തുവച്ചാലും. എന്തെന്നാൽ ഇസ് ആജിസിനെ, ഈ ദുർബലൻ, കബി ഒരിക്കലും ഔർ കിസി വഖത്ത്, ഒരു സമയത്ത് പോലും ഹഖീഖി തൗർ പർ, ഒരു യഥാർത്ഥ രൂപത്തിലൂടെ നുബുവത്ത് യാ റിസാലത്ത് കാ ദഅവാൻ നഹി കിയ, യഥാർത്ഥ രൂപത്തിലൂടെ നുബുവത്തിന്റെയോ ദൗത്യ നിർവഹണ റിസാലത്തിന്റെയോ വാദം വാദിച്ചിട്ടേയില്ല എന്നയാൾ പറയണം. പിന്നെന്താ അയാൾ വാദിച്ചത്? അയാൾ വാദിച്ചത് എന്താ അറിയോ? അത് നിങ്ങൾക്ക് തിരിയാതായിപ്പോയി, ലാഹോരികൾക്ക് തിരിഞ്ഞു. അത് അയാൾ പറയുന്നുണ്ട്. അതായത് സൂഫിയാക്കളുണ്ടല്ലോ, നേരത്തെ നമ്മൾ അബ്ദുറഹ്മാൻ ആദർശേരി പറഞ്ഞതുപോലെ, ഇതിനൊക്കെ ഈ വ്യാജ തരീഖത്ത് സൂഫിസമാണ് ഇതിലേക്ക് കൊണ്ടുപോകല്. അവർ ഈ ഇൽഹാമുകള്, മുഹദ്ദസിയത്ത് പോലുള്ള സംഗതികളെ വഹി എന്ന രൂപത്തിൽ അതിന്റെ ഒരു മജാസി പ്രയോഗത്തിലൂടെ ഉപയോഗിച്ചു പോകാറുണ്ട്. അവര് വൗഹാ റബ്ബുക ഇലൻ നഹ്ൽ എന്ന് പറഞ്ഞില്ലേ, അല്ലാഹു തആല തേനീച്ചക്ക് നൽകുന്ന സന്ദേശം എന്നൊക്കെ പറയുന്നത് ജിബ്രീൽ വഴി ദിവ്യ സന്ദേശം നൽകുന്ന വഹി, പ്രവാചകനാകുന്ന വഹിയല്ല.
അതുകൊണ്ട് ഞാൻ ഒരിക്കലും നുബുവത്ത് റിസാലത്തിന്റെ വാദം ഞാൻ ഒരിക്കലും യഥാർത്ഥത്തിൽ വാദിച്ചിട്ടില്ല. മറിച്ചോ और गैर हकीकी तौर पर किसी लफ्ज को इस्तेमाल करना और लुगत के आम मानों के लिहाज से उसको बोलचाल में लाना मुल्तज़िम कुफ्र नहीं. ഇതാണ് സൂഫിയാക്കന്മാർ പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു യഥാർത്ഥ രൂപത്തിലൂടെ അല്ലാതെ എന്ന് പറഞ്ഞാൽ മജാസിയായ രൂപം എന്നാ പറഞ്ഞത്. ഏതെങ്കിലും ഒരു ലഫ്ളിനെ ഉപയോഗിക്കുക ഭാഷാർത്ഥത്തിന്റെ വ്യാപകമായ അർത്ഥത്തെ പരിഗണിച്ചുകൊണ്ട് അത്തരം വചനങ്ങൾ ഒരുപക്ഷെ സംസാര ഭാഷയിൽ ഇടയ്ക്ക് വന്നു പോകുക എന്നുള്ളത്, ഇപ്പോ തേനീച്ചയുടെ വഹി എന്ന് പറഞ്ഞതുപോലെ, മറിയം ബീവിക്ക് അള്ളാഹു തആല വഹി നൽകി എന്ന് പറയുന്നത് പോലെ, മൂസാ നബിന്റെ മാതാവിനെ ഗർഭസ്ഥ അവസ്ഥയിൽ ഈ കുട്ടിയെ കടലിൽ ഒഴുക്കാൻ വേണ്ടി മൂസാ നബിന്റെ മാതാവിന് അള്ളാഹു തആല പറഞ്ഞു എന്നൊക്കെ പറയുന്നത് പോലെ അത് പ്രവാചകനായിട്ടല്ല, ഇൽഹാമാണ്. ഹദീസിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, എന്റെ ഉമ്മത്തുകളിൽ മുഹദ്ദസീങ്ങൾ ഉണ്ടാകും. മുഹദ്ദസ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ അള്ളാഹു തആല ഇൽഹാമിലൂടെ തോന്നിപ്പിച്ച് പറയപ്പെടുന്ന ആളുകളുണ്ടാകും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അങ്ങനത്തെ ഒരാളാണ്. മിൻ ഗൈരി അൻ യകൂനു അംബിയാ, അവർ നബിമാരായിരിക്കുകയില്ല എന്ന രൂപത്തിലൂടെ ഉണ്ടാകും. അങ്ങനെ ഏതെങ്കിലും പദങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളത് അതൊരിക്കലും ഒരു മനുഷ്യനെ കുഫറാക്കി തീർക്കുകയില്ല, ഇസ്ലാം എന്ന് മുർത്തദ്ദായി പോവുകയില്ല. മഗർ എന്നാലും മയുസ്കോബി പസന്ത് നഹി, അങ്ങനെയും ഞാൻ നുബുവത്തിന്റെ പദം ഉപയോഗിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്താ കാരണം? ഉസ്മേ ആം മുസൽമാനോ കോ ധൂഖ ലഗ് ജായേ, കാരണം അങ്ങനെ ഒരു മജാസി രൂപത്തിൽ പോലും നുബുവത്തിന്റെ പദം ഞാൻ ഉച്ചരിച്ചു കഴിഞ്ഞാൽ പൊതുസമൂഹത്തെ അതിനകത്ത് വഴി തെറ്റിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അതുപോലും ഞാൻ ഉപയോഗിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ ഹാഷിയ 5-ാമത്തെ ആത്തം പേജ് 226 1896 പോലും അദ്ദേഹം പറയുന്നതാണ്. അതായത് അദ്ദേഹത്തെ പ്രവാചകത്വം കിട്ടിയെന്ന് അവകാശപ്പെട്ടിട്ട് വർഷങ്ങൾ എത്രയോ വിട്ടതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് നിങ്ങൾ പറയണം, മനസ്സിലാക്കണം, 1907 അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. 1907 എന്ന് പറഞ്ഞാൽ മരിക്കണതിന്റെ ഒരൊറ്റ വർഷം മുന്നേ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഫമിൻ സൂഇൽ അദബി അൻ യുഖാല ബി അന്ന ഈസാ മാ മാത് വഇൻ ഹുവ ഇല്ലാ ശിർകുൻ അദീം. വളരെ മോശമായ മര്യാദകേടാണ് ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കൽ. അത് പറയാൻ പാടില്ല. തീർച്ചയായും അത് കൊടിയ ശിർക്കാണ്. ഒരു വലിയ ശിർക്കാണ് ഈസാ നബി മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കലെന്ന്. ഒരു വലിയ ശിർക്കാണ്. ഇത് അദ്ദേഹം 1907 അദ്ദേഹം പറയുമ്പോൾ നമ്മള് നേരത്തെ നമ്മൾ സ്ഥിരീകരിച്ച് വെച്ചിട്ടുണ്ട്. 1879 അദ്ദേഹം മിനിമം ചുരുങ്ങിയ പ്രവാചകനായിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തെ പറ്റി അങ്കദൽ ഇസ്ലാമ മിനശിർക്കി വൽ ഇൽഹാദി, ഈ ശിർക്കിൽ നിന്നും ജനങ്ങളെ രക്ഷപ്പെടുത്താനാണ് മീർസ രംഗത്ത് വന്നത് എന്ന് അദ്ദേഹത്തെ പറ്റി വളരെ ശക്തമായി അദ്ദേഹത്തിന്റെ അനുയായികൾ പിന്നീട് പറയുന്ന പരാമർശങ്ങളുണ്ട്. ശിർക്ക് നിരീശ്വരത്വത്തിൽ നിന്നും ജനങ്ങളെ രക്ഷപ്പെടുത്താനാണ് അദ്ദേഹം വന്നത്. ബൈനൽ മുസ്ലിം ഇസ്ബാത്തിഹി അന്നൽ മസീഹ ഖദ് മാത മൗതൻ തബീഇയൻ, ഞങ്ങളൊക്കെ നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഭാവിക മരണം പ്രാപിച്ചുകൊണ്ട് വിടവാങ്ങിപ്പോയിട്ടുണ്ട്, ആ ഈസാ നബി ഇനി ഒരിക്കലും തിരിച്ചു വരൂല എന്ന് സ്ഥിരപ്പെടുത്തുക വഴി മുസ്ലിം ഉമ്മത്തിനെ, മാലോകരെ ശിർക്കിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്തുകയാണ് ഇദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിൽ സുപ്രധാനമായത് എന്ന് അദ്ദേഹത്തിന്റെ ഈ മറിയം തുകസ്സിറു സലീബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 170-ാമത്തെ പേജിൽ അദ്ദേഹത്തിന്റെ 2-ാം ഖലീഫയുടെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം 1879 ശേഷം നിരന്തരം 12 വർഷത്തോളം ഈ കഠിന ശിർക്കാകുന്ന ശിർക്കി വിശ്വാസം എന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞ, അദ്ദേഹത്തിന് വഹി കിട്ടിക്കൊണ്ട് തന്നെ 40-ാമത്തെ വയസ്സിൽ വഹി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ വർഷത്തിൽ പിന്നിട്ടിട്ട് 12 വർഷത്തോളം 12 വർഷം അദ്ദേഹം വഹി കിട്ടിക്കൊണ്ടിരുന്നിട്ടും ഈ ശിർക്കൻ വിശ്വാസം അദ്ദേഹം പറഞ്ഞ് എഴുതി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആളുകൾ ഇവർ മടിക്കും എന്ന്, പ്രവാചകനായി എന്ന് പറയാൻ ഇവർ മടിക്കും. കാരണം അവർക്ക് ഇഷ്ടം എന്താണെന്നറിയോ? ഇഷ്ടം അദ്ദേഹം ഞാൻ ഈസയാണ്, ഈസാ നബി ഇനി വരൂല എന്ന് അദ്ദേഹം മാറ്റി പറഞ്ഞ കൊല്ലണ്ടല്ലോ. അപ്പൊ അതിനുശേഷം
പ്രവാചകനാക്കാനാണ് ഇവർക്ക് പൂതി. പക്ഷേ ഞാൻ നേരത്തെ ഓതി വെച്ച വലവ് തക്കവല അലൈന ബാദല്ലക്കാബിൽ എന്ന ആയത്തി വ്യാഖ്യാനിക്കാനോ അതിന് ഇയാളെ പ്രവാചകത്തെ നീട്ടും വേണം, കുറെ കാലം ഉണ്ടാകണം. ഭയങ്കര വല്ലാത്തൊരു കുടുക്കിയത്. ഇവിടെ ഇട്ടിട്ട് ഞാൻ അടാപ്പിട്ടു നമ്മുടെ ഷംസുദ്ദീനെ. ഇത് രണ്ടിലൊന്ന് നിങ്ങൾ പറയും. പ്രവാചകത്വ കാലഘട്ടം നിങ്ങൾ ചുരുക്കി കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിന്റെ ബറാഹിനെ അഹമ്മദിയെ എഴുതിയിട്ടുള്ള 80 മുതൽ 90 വരെയുള്ള നീണ്ട 10-12 കൊല്ലക്കാലം അതൊക്കെ ജാഹിലിയ കാലം എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് തടിതപ്പു. എന്നാലോ ഇദ്ദേഹത്തിന് 23 വർഷമാകുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രവാചകത്വ സംവത്സര കാലം ഇദ്ദേഹവും പിന്നിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടി വലവ് തഖവ്വൽ അലൈനാ ബാദല്ലക്കാബിൽ എന്ന ആയത്തോതിക്കൊണ്ട് നിങ്ങൾ ഇദ്ദേഹത്തിന്റെ പ്രവാചകത്വ കാലം 80ന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പ്രവാചകനായി എന്നും സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. ആകെപ്പെട്ടുപോയി. മറുപടിയെ എനിക്ക് കിട്ടിയിട്ടില്ല, എന്നവരെ കിട്ടിയില്ല. ഇവിടെ വല്ല കാദ്യാനികളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളീൻ, എന്താണ് ഇതിനൊക്കെ മറുപടിയെന്ന്, എന്താണ് ഇതിനൊക്കെ മറുപടിയെന്ന്. എന്നിട്ട് അദ്ദേഹം 12 വർഷത്തോളം അദ്ദേഹം എന്തിന് രംഗത്ത് വന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആകെക്കൂടി അദ്ദേഹം ചെയ്ത ആകെ ദൗത്യം നമുക്കൊക്കെ അറിയാം. മഹ്ദി വന്നാൽ, ഈസാ നബി വന്നാൽ ലോകാകെ ഇസ്ലാമീകരിക്കപ്പെടും, അക്രമമില്ലാതാകും, സമാധാനം സ്ഥാപിക്കപ്പെടും, ലോക രാജ്യങ്ങൾ മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നൊക്കെ പറഞ്ഞ് അതൊന്നും ഇയാൾ ചെയ്തിട്ടില്ല. ഒരു വിലായത്തിന്റെ പോലും, ഒരു ചെറിയൊരു പ്രദേശത്തിന്റെ പോലും ഭരണവും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഒക്കെ അയാൾ പറയുന്നുണ്ട്. പിന്നെ ആകെ ഇയാൾ ചെയ്ത ദൗത്യ നിർവഹണം പറയുന്നത് ഈസാ നബി മരിച്ചു എന്നുള്ള ഒരു വിശ്വാസം ലോകത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ ഇല്ലാതാക്കിയെന്ന. ഏടല്ലാതാക്കി? അത് അയാളുടെ പുസ്തകത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അത് അയാളുടെ കണ്ടുപിടുത്തല്ല. സർ സയ്യിദ് അഹമ്മദ് ഖാൻ, യുക്തിവാദത്തിന്റെയും ഇസ്ലാമിന്റെയും ഇടയിലൂടെ സഞ്ചരിച്ച സാക്ഷാൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ, അയാള് ഇദ്ദേഹത്തിനേക്കാൾ ഒരു കുറഞ്ഞ കാലം മുന്നേ ഇത് വാദിച്ചു പോയ ആളാണ്. ആടുന്ന് ഇങ്ങോട്ട് കട്ടെടുത്തതാണ്. ആ പറഞ്ഞൊക്കെ ഇയാളും പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ രീതിയിലൊക്കെ ഒമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ സുബ്ബിയ ലഹും ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി വമാ ഖതലൂ യഖീന ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി എന്നുള്ള ആയത്തിന് കൊടുത്ത ഇദ്ദേഹത്തിന്റെ വ്യാഖ്യാന ശൈലി മുഴുവൻ നോക്കിയാൽ സർ സയ്യിദ് അഹമ്മദ് ഖാന്റേത് കട്ടെടുത്തതാണെന്ന് അയാളുടെ ഗ്രന്ഥത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അദ്ദേഹം പറയുന്ന വാക്കുകൾ നോക്കണം. 12 വർഷത്തോളം അദ്ദേഹം ഈസാ നബി ആകാശലോകത്ത് ജീവിച്ചിരിക്കൽ കൊടിയ ശിർക്കാണെന്നും അതിൽ നിന്ന് രക്ഷപ്പെടുത്തലാണ് എന്റെ ദൗത്യ നിർവഹണത്തിന്റെ പ്രധാന മുഖ്യ അജണ്ടയെന്നും പറഞ്ഞ അദ്ദേഹം ഇത് 12 വർഷക്കാലം തുടർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ ബറാഹിനെ അഹമ്മദിയ ഹാഷിയ 3-ാം വാല്യം 498, 499 പേജുകളിൽ നിന്നും और जब हजरत मसीह अलैहिस्सलाम दोबारा दुनिया में तशरीफ लाएंगे तो उनके हाथ से दीन इस्लाम जमी आफाक व अख्तार में फैल जाएगा. രണ്ടാമത് എപ്പോൾ ഈസ ബിൻ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ദുനിയാവിലേക്ക് കടന്നു വരുന്നുണ്ടോ, രണ്ടാമത് വരുന്ന ഈസ ബിൻ മറിയം, ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൈകളിലൂടെ ഇസ്ലാം, ദീനുൽ ഇസ്ലാം ലോക ചക്രവാളങ്ങളിൽ മുഴുവനും വ്യാപിക്കുന്നതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ റസൂലുണ്ട്. അദ്ദേഹത്തിന്റെ റസൂൽ അനുസരിച്ച് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഈസാ നബി സ്വലാത്തു വസ്സലാം इंजील को नाकिस की नाकिस छोड़कर आसमान पर जा बैठे. ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഇഞ്ചീലിനെ പൂർണ്ണമായും ഇവിടെ പ്രബോധനം ചെയ്യാൻ അവസരം കിട്ടാതെ അദ്ദേഹം അതിനെ നാക്കിസ്, അതിനെ വളരെ അതിന് വളരെ പരിപൂർണമായി അതിന്റെ പ്രബോധനം നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആകാശത്ത് പോയി കുത്തിയിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം പറയുന്ന അതേ കിതാബിന്റെ മറ്റൊരു പരാമർശം അദ്ദേഹം പറയുന്നത്, ഏതൊരു പ്രവാചകനെയും അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണം പൂർണ്ണമാക്കാതെ അല്ലാഹു തആല ഈ ലോകത്തുനിന്ന് മരിപ്പിക്കൂല. അത് രണ്ടും കൂടെ ചേർത്താൽ ഈസാ നബി മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായില്ലേ? മറ്റൊരു വാക്ക് ഹസരത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാംക്കോ, ഈ വാക്ക് ബറാഹിനെ ഹാഷിയ 3-ാം വാല്യം 361. ഹസരത്തിനെ, ഇതൊക്കെ വളരെ യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന്റെ അനുയായികള് എഴുതിയൊരു വാക്കുണ്ട്, ഹസരത്ത് മീർസ, മുൻകാലത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്ത് നിന്നും വരുമെന്ന വിശ്വാസം അദ്ദേഹത്തിന് വളരെ ശക്തമായി അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നുവെന്നത് ഹദറത്തിനെ പഹലെ ഖുദ് മസീഹ് കെ ആസ്മാൻ സെ ആനെ കാ അഖീദ ലാഹിർ ഫർമായ ഔർ ബാദ് കി തഹരീറോ മേ ലിഗാ ഹേ യേ ഏക് ശിർക്ക് ഹേ. അദ്ദേഹത്തിന്റെ അനുയായി എഴുതിയതാ. അദ്ദേഹത്തിന്റെ അനുയായി മീർസ മഹ്മൂദ് ഹഖീഖത്തുൻ നുബുവത്ത് എന്ന കിതാബിലൂടെ അദ്ദേഹം എഴുതുന്നത്, ഹദറത്ത് അഥവാ മീർസ ഉലമദ് ഖാദിയാനി മുമ്പ് ഈസാ നബി സ്വലാത്തു വസ്സലാം ആകാശത്ത് നിന്ന് വരുമെന്ന വിശ്വാസം വളരെ കൂടുതൽ പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ ഇതൊരു കൊടിയ ശിർക്കാണ് എന്ന് അദ്ദേഹം മാറ്റി പറഞ്ഞു അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഞാനിതൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഇത് 1-2 വിഷയങ്ങളല്ല.
ഇദ്ദേഹത്തിന്റെ ജഹാലത്ത് കാലഘട്ടം എന്ന് അവർ പറഞ്ഞൊഴിയും. പക്ഷെ ജഹാലത്ത് കാലഘട്ടമല്ല, അദ്ദേഹത്തിന്റെ വഹീന്റെ കാലഘട്ടം എന്ന് അവകാശപ്പെടുന്ന കാലഘട്ടത്തിൽ തന്നെയാണ്, ഈ പറഞ്ഞ പീരീഡുകളിലാണ് ഇതൊക്കെ ഇദ്ദേഹം എഴുതി പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരുപാട് അബദ്ധജടിലങ്ങളായ ധാരാളം വിഷയങ്ങൾ, ഇതിന്റെയൊക്കെ ഇടയിലാണ് അദ്ദേഹം കുറെ പ്രവചനങ്ങൾക്ക് വേണ്ടി തയ്യാറായിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ 15 ആയത്തുകൾ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വലൗ തഖവ്വലഅലൈനാ ബഅദൽ അഖാവിൽ അഖദ്നാ മിൻഹു ബിൽ യമീൻ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിതങ്ങൾ മിൻ ഇന്ദി നഫ്സിഹി, സ്വന്തം ഭാഗത്ത് നിന്ന് ഖുർആനിൽ എന്തൊക്കെയോ കടത്തിക്കൂട്ടിക്കളയുന്നുണ്ട് എന്ന് ചില കപടന്മാര് ആക്ഷേപിച്ചപ്പോ അതിന് മറുപടിയായിട്ട് ഇറങ്ങിയിട്ടുള്ള ആയത്താണ് ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അണുകിട, ഒരു ചെറിയ തരി പോലും, ഒരു പദം പോലും സ്വന്തം ഭാഗത്ത് നിന്ന് വിശുദ്ധ ഖുർആൻ ഷരീഫിൽ ഉള്ളൊരു വാക്കാണ് എന്ന് ഖുർആനിലൂടെ നിങ്ങളോട് പറയാൻ തുനിഞ്ഞാൽ അപ്പം അള്ളാഹു പിടിക്കുന്നു, നബിയെ വെച്ചേക്കൂലാന്ന്. ഒരു സാങ്കല്പികമാണത്. അതുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊരു ഹക്കായ പ്രവാചകന്റെ ഒരു ലക്ഷണമായി അള്ളാഹു തആല പറഞ്ഞതാണ്. ഒരിക്കലും പ്രവാചകത്വം തന്റെ മുഅ്ജിസത്തിലൂടെ അമാനുഷിക സിദ്ധികളിലൂടെ സ്ഥിരപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ഭാഗത്ത് നിന്ന് ഖുർആനിൽ എന്തെങ്കിലും ഒരു അണുകിട എന്തെങ്കിലും ഒന്ന് വരുത്തി വെച്ചാൽ ഉടനെ അള്ളാഹു പിടികൂടുമെന്ന അതിന്റെ അർത്ഥം. അല്ലാതെ ഇയാൾ വാദിക്കുന്നത് പോലെ ആരെയും കൈവിടൂല, ആരെയും എന്തും ചെയ്യുമെന്നുള്ളൊക്കെ വിശ്വാസത്തിലാണെങ്കിൽ, ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഏത് കള്ളവാദിയും അകാല മരണം പ്രാപിക്കുന്നതാണല്ലോ ഇയാളുടെ കണ്ടുപിടുത്തം ഈ ആയത്തിലൂടെ. അപ്പൊ ഒറിജിനൽ വാദികൾ മാത്രമേ കാലങ്ങളായി കാലാന്തരങ്ങളിൽ ജീവിച്ചിരിക്കുകയും അദ്ദേഹത്തിന്റെ തത്വസംഹിതകൾ നിലനിൽക്കുകയും ചെയ്യുള്ളൂ. അപ്പൊ അത് മീർസയുടെ പ്രവാചകത്വത്തിന് ഇത് തെളിവാണ് എന്ന് പറയുന്ന അവര് മനസ്സിലാക്കേണ്ടത്, ചരിത്രത്തിലൂടെ വായിച്ചാൽ മുഴുവൻ ചരിത്ര ഏടുകളിലും കാണുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട്. സാലിഹ് ബിൻ തരീഫ്, അദ്ദേഹം ഹിജറ 137 പ്രവാചകത്വം വാദിച്ചു. അദ്ദേഹം മഹ്ദി അക്ബറാണെന്ന് വാദിച്ചു. അദ്ദേഹം ആ വാദത്തിലൂടെ ഭരണാധികാരിയായി മാറി, രാജ്യഭരണം പിടിച്ചെടുത്തു. അദ്ദേഹം 300 വർഷക്കാലം അദ്ദേഹത്തിന്റെ പരമ്പരയിൽ ഭരണം വരെ നടന്നു. മീർസക്ക് ഒരു പ്രവിശ്യയുടെ ഭരണം പോലും കയ്യിൽ കിട്ടാത്ത മീർസയെ പറഞ്ഞത്. എന്നാൽ സാലിഹ് ബിൻ തരീഫ് 300 വർഷക്കാലം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഭരണം നിലനിൽക്കുകയും ചെയ്തു. അദ്ദേഹം പ്രവാചകത്വവാദത്തിന് ശേഷം 27 കൊല്ലത്തോളം അദ്ദേഹം ജീവിച്ചു. അദ്ദേഹം സ്വാഭാവിക മരണം പ്രാപിക്കുകയും ചെയ്തു എന്ന് ഇബ്നു ഖൽദൂന്റെ താരീഖിന്റെ കിതാബ് 207 പേജിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. അബൂ മൻസൂർ ഈസ, അദ്ദേഹം 341 ഹിജ്റ വർഷം അദ്ദേഹം പ്രവാചകത്വം വാദിച്ചു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ന് മീർസായികൾ പറയുന്നത് പോലെ അദ്ദേഹം കുറെ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രവാചകനാണ് ഇതിന് തെളിവ്. റമദാൻ മാസം സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കൂടെ ഒരുമിച്ച് വന്നു. അദ്ദേഹം പ്രവാചകത്വം വാദിച്ചിട്ട് 4ാമത്തെ കൊല്ലം എന്നാ പറഞ്ഞത്. അദ്ദേഹം വെല്ലുവിളിച്ചു, അടയാളമെവിടെ, ദൃഷ്ടാന്തമെവിടെ, ആയത്ത് മുഅ്ജിസത്ത് എന്ന് ചോദിച്ച് എന്നെ വെല്ലുവിളിച്ച ആളുകളോട് ഇതാ ദൃഷ്ടാന്തം, ഇതാ ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോലും, ഇന്നലി മഹ്ദിയിന ആയത്തൈൻ തൻഹസിഫുൽ ഖബറു ലി അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ വതൻകശിഫു ശംസു ഫീ വസ്തിഹാ എന്ന ഹദീസ് ഓതിക്കൊണ്ട് ഇവർ സാധാരണ ആളുകളെ പറ്റിക്കും. ഈ ഹദീസ് നേരത്തെ പറഞ്ഞ ഷിയാക്കളുടെ ഹദീസാണ്, ഷിയാക്കളുടെ മൗദൂ ആയ ഹദീസാണ്. അതായത് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കൂടെ റമദാനിൽ ഒരുമിച്ച് കൂടിയാൽ അത് നമ്മുടെ മഹ്ദിക്കുള്ള അടയാളമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ ഹദീസ് ഉദ്ധരിക്കുന്ന കിതാബിൽ പോലും ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറയണത് അറിയോ? അലി പറഞ്ഞു എന്നാ പറഞ്ഞത്. അലി പറയാ, ഇന്നലി മഹ്ദിയിന, നമ്മുടെ മഹ്ദിക്ക് ഒരു ആയത്തുണ്ട്, ദൃഷ്ടാന്തം, ഒരു ദൃഷ്ടാന്തം. ആ ദൃഷ്ടാന്തം എന്താണ്? റമദാനിന്റെ ആദ്യത്തെ രാവ് ചന്ദ്രഗ്രഹണം. അങ്ങനെ ഒരു ഗ്രഹണം ഉണ്ടാവുമോ? റമദാന്റെ ആദ്യത്തെ രാവ് ചന്ദ്രഗ്രഹണം എന്ന സാധനം ഉണ്ടോ? ചന്ദ്രനെ കാണാത്ത ദിവസം ചന്ദ്രഗ്രഹണോ? അപ്പൊ അതിനൊരു വ്യാഖ്യാനിക്കും. അതിന്റെ ഉദ്ദേശം 13, 14, 15 പൗർണമി രാവുകളിലെ ആദ്യത്തെ ദിവസം എന്നാണ്. അന്ന് ചന്ദ്രഗ്രഹണം ഉണ്ടാവും. പിന്നെ സൂര്യഗ്രഹണവും ആ മാസം ഉണ്ടാവുന്നതാണ്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഈ ഞാനിപ്പോ വായിച്ച അബൂ മൻസൂർ ഈസയുടെ കാലഘട്ടത്തില് റമദാൻ ഹിജ്റ വർഷം 346 നിങ്ങൾ പഞ്ചാംഗം ശ്രദ്ധിച്ചോളി.
ഇപ്പോൾ പഞ്ചാംഗത്തിലൂടെ നോക്കിയാൽ ഗ്രഹണങ്ങളൊക്കെ വ്യക്തമായി കാണാൻ സാധിക്കും. ഇത് വലിയ ദൃഷ്ടാന്തമായി അവരുടെ അവസാനത്തെ പിടിവള്ളിയാണ്. ഏത് അവരുടെ പൊട്ട ജാഹിലിനോട് നമ്മൾ സംസാരിക്കാൻ പോയാലും ഒരാദ്യം എടുത്തു വെക്കും. ആണും പെണ്ണും എടുത്തു വെക്കും. പെണ്ണുങ്ങളും പറഞ്ഞു തരും നമ്മളോട്. ചെറിയ പെൺകുട്ടികൾ പോലും വീട്ടിൽ നിന്ന് പറയലേ ഇത്ര വലിയ അടയാളം. മീർസ ഉൽ ഖാദിയാനി പ്രവാചകത്വം വാദിച്ചപ്പോ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും കൂടെ റമദാനിൽ ഒരുമിച്ചുണ്ടായി. അതിന് ഏറ്റവും വലിയ തെളിവ്. ഈ അബൂ മൻസൂർ ഈസയുടെ പ്രവാചകത്വ കാലഘട്ടം അദ്ദേഹം വാദിച്ചപ്പോ ഹിജ്റ 346 ഈ ഗഹനോങ്ക ഇത്തിമ ഹുവാന്നാ പറഞ്ഞത്. 2 ഗ്രഹണങ്ങളും കൂടെ ഒരുമിച്ച് കൂടി റമദാനിലെ. യഹ്യ ഇബ്നു ഫാരിസ് അദ്ദേഹത്തിന്റെയും കാലഘട്ടത്തിൽ ഗ്രഹണങ്ങൾ ആവർത്തിച്ചു വന്നു. അപ്പൊ ഇത് സംഭവിക്കുമ്പോൾ അത് ഒരിക്കലും സംഭവിക്കൂല. ആകപ്പാടെ ലോകത്ത് ആകെ കൂടിയത് ഒരൊറ്റ തവണ മാത്രം സംഭവിക്കുന്ന ഒരു ലോക ക്രമം മാത്രമാണ് ഈ 2 ഗ്രഹങ്ങൾ ഒരുമിച്ച് കൂടുക എന്നുള്ളതൊക്കെ ഒന്നും പറയാറുണ്ട് അവര്. എന്നാൽ ഇപ്പൊ ഇങ്ങനെ നിങ്ങളൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ കേട്ടിട്ടുണ്ടാവും 2028 ഒരു റമദാനിൽ അങ്ങനെ സംഭവിക്കാൻ പോകുന്നുണ്ട്, മഹ്ദി വരും, ഈസ വരും എന്നൊക്കെ പറഞ്ഞ് നമ്മളാളുകൾ സാധാരണ മുസ്ലിമീങ്ങളും ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇത് വ്യാജമാണ്. ആ ഹദീസൊന്നുമല്ല, അത് ഷിയാക്കൾ നിർമ്മിച്ചിട്ടുള്ള ഹദീസാണ്. മഹ്ദി ഇമാമിന് അങ്ങനെ ഒരു അടയാളമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവിൽ എന്നുള്ള ആയത്ത് ഓതിക്കൊണ്ട് ഇവരിങ്ങനെ ഇതൊക്കെ പറയും. പക്ഷെ മീർസയുടെ ജീവിതത്തിൽ പടച്ച തമ്പുരാൻ വളരെ കൃത്യമായി ഇദ്ദേഹം പ്രവാചകനാണെന്ന് വാദിക്കാൻ അദ്ദേഹം പ്രവചിച്ച പ്രവചനങ്ങൾ ഓരോന്നും മ്ലേച്ഛമായി അല്ലാഹു തആല അദ്ദേഹത്തെ തരം താഴ്ത്തിയ സംഗതികൾ നിങ്ങളൊന്ന് ഓർത്തു വെക്കേണ്ടതുണ്ട്. അതും കൂടെ നിങ്ങളുടെ മുമ്പിലൊന്ന് ഞാൻ ഓർമ്മയ്ക്ക് വേണ്ടി പറയുകയാണ്. നമ്മളത് മനസ്സിലാക്കണം. ഇയാൾ പ്രവചിച്ച ചില പ്രവചനങ്ങൾ ഉറ്റുനോക്കിയിട്ടുണ്ട് പഞ്ചാബിലും പാകിസ്ഥാനിലും ഒക്കെ ജനങ്ങൾ. കാരണം ആ ഭാഗങ്ങളിലാണ് ഇന്ത്യ രാജ്യം ഒന്നായിരിക്കുന്ന ആ കാലഘട്ടം. വളരെ കൂടുതൽ ഇദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ അത് പുലരുമോ എന്നിങ്ങനെ നോക്കിക്കൊണ്ട് കിടന്നു. ബോംബെ ഭാഗങ്ങളിൽ പ്ലേഗ് രോഗം പിടികൂടി പല രാജ്യങ്ങളിലും. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, പ്ലേഗ് എന്ന് പറഞ്ഞ സാധനം എന്റെ കാദിയാനിലോ പരിസരങ്ങളിലോ പിടിപെടുകയില്ല, ബാക്കി എല്ലായിടത്തും പടരും. ഇന്ത്യ രാജ്യത്ത് ലോകത്ത് മുഴുവനും പ്ലേഗ് പടരും. പക്ഷേ കാദിയാനിയിൽ പ്രവാചകനാകുന്ന ഞാൻ നിലനിൽക്കുന്നത് കൊണ്ട് പടച്ചതമ്പുരാന്റെ ഒരു തരത്തിലുള്ള ഈ ഒരു പരീക്ഷണമാകുന്ന പ്ലേഗ് രോഗം എന്റെ ബർക്കത്ത് കൊണ്ട് ഈ നാട്ടിലെ പിടികൂടില്ല എന്ന് പറഞ്ഞു അയാൾ. എന്നിട്ട് അതിന്റെ അവസ്ഥ കൊണ്ട് പറഞ്ഞു. നിങ്ങൾ അയാളെ കിതാബിലും തന്നെ വായിക്കുമ്പോൾ അതിന്റെ രസം തോന്നരുത്. അലാ യൻദുറൂന കൈഫ ഹഫിളല്ലാഹു ഹാദിഹിൽ ഖരിയ, ഈ കാദിയാൻ എന്ന ഗ്രാമത്തെ അള്ളാഹു കാത്തു സംരക്ഷിച്ചത് നിങ്ങൾ കാണുന്നില്ലേ? വസദ്ദഖ വഅദ, അവന്റെ വാഗ്ദാനം അവൻ പുലർത്തിയിരിക്കുന്നു. വജഅലഹാ അർളൻ ആമിന, നിർഭയമായ രാജ്യമാക്കിയിരിക്കുന്നു. വയൂഹദുന്നാസു മിൻ ഹൗലിഹ, ഈ രാജ്യത്ത് ഈ കാദിയാനിന്റെ പരിസര പ്രദേശത്തു നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയതൻ യതഫക്കറൂൻ, ചിന്തിക്കുന്ന അവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഇതിനകത്ത്. അലാ യൻദുറൂന കൈഫ അറത്തവായിനു നവാജിദഹാ ഫീ ഖുറൻ ഉഖ്റ, മറ്റ് ഗ്രാമങ്ങളിലൊക്കെ പ്ലേഗ് രോഗം അതിന്റെ അണപ്പല്ല് കൂർപ്പിച്ചുകൊണ്ട് പിടികൂടിക്കൊണ്ടിരിക്കുന്നു മറ്റു രാജ്യങ്ങളിൽ. അവല്ലാഹു ഇലൈഹി ആദിയിൽ ഖരിയ, പടച്ചവൻ ഈ ഞാൻ താമസിക്കുന്ന കാദിയാൻ എന്ന ഗ്രാമത്തെ അള്ളാഹു അവനിലേക്ക് അങ്ങോട്ട് അടുപ്പിച്ചു വെച്ചിരിക്കുന്നു, ചേർത്തിരിക്കുന്നു. ലിയുത്തിമ്മ വഅദൻ ഉശിയ മിൻ ഖബ്ലു ഫിൽ വറാ, സൃഷ്ടികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം പൂർത്തീകരിക്കാൻ വേണ്ടി. ഒമൻ നസ്തഖു മിനല്ലാഹി ഖീല, അദ്ദേഹത്തിന്റെ സിർക്കത്താണ്. അവിടെ ഇവിടുന്ന് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കട്ടെടുക്കും കുറെ വാക്കുകൾ. റൂഹാനി ഖസായിന് പേജ് 18, പേജ് മുജല്ലദ് അതിന്റെ ജിൽദ് 18, പേജ് 335. റൂഹാനി ഖസായിന് അവരുടെ വല്ലാത്തൊരു ഗ്രന്ഥമാണ്, വലിയ ബൃഹത്തായൊരു സാധനമാണ്. അതിനകത്ത് അദ്ദേഹം പറയാട്ടോ. എന്നിട്ട് തുടർന്ന് പറയുന്നു, വഖാല റബ്ബി ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം ഇന്നഹു അവൽ ഖരിയത യാനി മൻ ദഖലഹാ കാന ആമിനാ. എന്റെ ബർക്കത്ത് കൊണ്ട് ഈ ഗ്രാമത്തിലൊന്നും പ്ലേഗ് രോഗം ബാധിക്കൂല എന്ന് പറഞ്ഞാൽ ഞാൻ തിരുത്തുകയാണ്. അതുകൊണ്ട് ഉദ്ദേശം കാദിയാനി മതം സ്വീകരിച്ചാൽ അവരെ പിടികൂടൂല എന്നാണ്. എന്റെ ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ കിടക്കൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ അയാൾ തിരുത്തുകയാണ്, കാദിയാനി മതം ഉൾക്കൊണ്ടവർക്കാർക്കും ഈ രോഗം പിടികൂടൂല. റുഹാനി ഖസായിന് പേജ് 16 വാള്യം പേജ് 189. പിന്നീട് അദ്ദേഹം ചേർക്കുകയാണ്, അലിഫ് ഇലാ ദാലിക അന്നഹു ലൗ കാന ലിമുഹർറരി ജരീറത്തി ബൈസ ഹല്ലും മിനൽ അമാന വസ്ദിഖി ലകാന മിൻ. തുടർന്ന് വീണ്ടും അദ്ദേഹം പറയുന്നു, നോക്കണം, വളരെ പച്ചയായി അദ്ദേഹം പിന്നെ തുടർന്ന് ദാഫിയുൽ ബലാഗ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ഇന്നല്ലാഹ സയഹ്ഫദു ഖാദിയാനി തമാമൻ ലിഅന്ന ഫിഹാ റസൂലുഹു എന്ന് അദ്ദേഹം മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഖാദിയാൻ എന്ന പ്രദേശത്തെ മൊത്തം അദ്ദേഹം പ്ലേഗ് രോഗത്തിൽ നിന്ന് കാക്കും, അല്ലാഹു തആല സംരക്ഷിക്കും.
കാരണം അന്ന ഫിഹാ റസൂലുഹു, ആ ഖാദിയാനിൽ അള്ളാന്റെ പ്രവാചകനാകുന്ന ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് और वो कादरे खुदा कादियान को ताउन की तबाही से महफूज रहेगा. ദാഫിയുൽ ബല പേജ് 5. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്ലേഗ് രോഗത്തിൽ നിന്നും കാദിയാൻ എന്ന് പറയുന്ന ഗ്രാമത്തെ പൂർണ്ണമായും അല്ലാഹു തആല കാത്തു സംരക്ഷിക്കുമെന്ന് തുറന്നു പറഞ്ഞ അദ്ദേഹത്തിന് മുഴുവൻ ഞാനിവിടെ വായിക്കുന്നില്ല. എന്നിട്ട് അവസാനം എന്താ സംഭവിച്ചറിയോ? അവസാനം പിന്നാണ് അവസാനം എന്താ സംഭവിച്ചത്? അയാളെ കേട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം എങ്ങനെ മരിച്ചതെന്ന്? ഇങ്ങനെ മരിച്ചത് അയാള് പ്ലേഗ് രോഗം പിടിച്ചാ മരിച്ചത്. അതാരാ പറഞ്ഞത്? അയാൾ തന്നെ. നോക്കിയോളി. എന്നിട്ട് അദ്ദേഹം പറയണത് പടച്ചോൻ പറയിപ്പിക്കുകയാണിത്. പടച്ചോൻ ഈ വ്യാജന്മാർക്കൊപ്പം അവരെ അടിക്കാൻ അവരുടെ വടി തന്നെ നമുക്ക് തന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു വദഹലത്താവൂനു ഹത്താ ബൈത്തന, കേറി കേറി കാദ്യാനിലും പിടികൂടി, എന്റെ പൊരേ വരെ പ്ലേഗ് രോഗം പിടികൂടി. ഫൗത്തിലിയത്ത് ഗൗസാനുൽ കബീറ, എന്റെ പെണ്ണുങ്ങളാകുന്ന ഗൗസാൻ, പ്രായമുള്ള വൃദ്ധയാകുന്ന എന്റെ പെണ്ണിന് ഓക്കും പിടികൂടി. എന്നിട്ടോ ഫഅഖറജ്നാഹാ മിനൽ ബൈത്ത്, ഞങ്ങൾ പുറത്താക്കിയ ഞോളെ വീട്ടിൽ നിന്ന്. കമബുത്തുലിയൽ ഉസ്താദ് മുഹമ്മദ്ദീൻ, എന്റെ ഏറ്റവും വലിയ അനുയായ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ്ദീൻ പിടികൂടി. ഫഅഖറജ്നാഹു അയ്ളൻ, അയാളെ പിടിച്ച് പുറത്താക്കി. എന്നാൽ വല്യോവും ഇന്ന് ഞാൻ ഉബ്തിലിയതു ബിഹി ഇംറത്തുൻ ഉഖ്റാ കാനത് നാസിലത്തൻ ഫീ ബൈതിനാ വജാഅത് മിൻ ദല്ലി, ഡൽഹിയിൽ നിന്നും വീട്ടുവേലയ്ക്ക് വേണ്ടി ഖാദിമത്തായിട്ട് വന്നിരുന്ന നമ്മുടെ ഒരു അനുയായിയായ ഒരു പെണ്ണുണ്ട്, ഓക്കുംതാന്ന് പിടികൂടിയിരിക്കുകയാണ്. ഓ മരിൽത്തു അന, ഞാനും രോഗിയായിരിക്കുകയാണ്. ഖാദിയാൻ എനിക്കും പിടികൂടി. അയ്ളൻ ഹത്താ ലനന്തു അന്നഹു ലൈസ ബൈനി വ ബൈനൽ മൗതി ഇല്ലാ ദഖായിക ഖലീല, എന്റെയും മരണത്തിന്റെയും ഇടയിൽ ഇനി സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചു എന്ന് ആളെ പറയണത്. പ്ലേഗ് രോഗം പിടികൂടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മക്തുബാത്ത് അഹമ്മദിയ വാല്യം 5 പേജ് 115 പേജില് ഇങ്ങനത്തെ ഒരുപാട് രസകരമായ ഒരൊറ്റ ഏതെങ്കിലും ഒരു തുരുപ്പിച്ചിട്ടിന്റെ ചെറിയ ഒരു പ്രവചനം പോലും അയാളുടെ ഒന്ന് പുലർന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്നിട്ട് അയാൾ വേറൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അന്നേ പ്രവചിച്ചിട്ടുണ്ട്. എന്ത്? പിന്നെ പ്ലേഗ് രോഗം ഇനി എല്ലായിടത്തോട് പടരും. കുട്ടികൾക്കറിയാം, ചെറിയ കുട്ടികൾക്കറിയാം പ്ലേഗ് ഇടം പിടിച്ചാൽ ഞാൻ എല്ലായിടത്തും പടരുമെന്ന്. ആർക്കറിയാത്തത്? അതുമായി ബന്ധപ്പെട്ട് വലിയ രസകരമാണ്. അദ്ദേഹത്തിനോട് പ്ലേഗിൽ നിന്ന് സംരക്ഷണാർത്ഥം ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അസ്ബാബുകളൊന്നും സ്വീകരിക്കാൻ പറ്റൂല. തവക്കുല്, അള്ളാഹുവിന്റെ തവക്കുല്, പിന്നെ അതിന്റെ ഇടയിൽ മരുന്ന് കഴിച്ചൊക്കെ വേറെ സംഭവമൊക്കെ ഉണ്ട്, ഒക്കെ വേറെ സംഗതിക്കുണ്ട്. വേറെ അദ്ദേഹത്തിന്റെ രസകരമായ ഒരു സംഭവമുണ്ട്. അദ്ദേഹം പ്രവചിച്ചൊരു പ്രവചനമാണ്. അദ്ദേഹത്തിന്റെ മക്കൾ കല്യാണം കഴിച്ചൊരു കുടുംബത്തിൽ, ഒരു അകന്ന കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ അദ്ദേഹം കണ്ട് മോഹിച്ചുപോയി. ആ പെൺകുട്ടിയുടെ പേര് മുഹമ്മദി ബീഗം. അഹമ്മദ് ബക്കിന്റെ മകളാകുന്ന മുഹമ്മദി ബീഗമാണ്. ഈ മുഹമ്മദി ബീഗത്തിനെ പടച്ചോൻ ഇയാൾക്ക് നിക്കാഹി ചെയ്തു കൊടുക്കുന്നതായിട്ട് അള്ളാന്റെ വഹി ഇയാൾക്ക് കിട്ടി. അതാണ് അയാൾ ആകെ ചുരുക്കം. പിന്നെ ഞാൻ ആ പെണ്ണ് തന്റേതാകണല്ലോ. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത പണികൾ ഇതാണ്. ഫൽയുഅലമുൽ മുഖാലിഫൂൻ അന്നഹു ലാ യൂജദു മിയാറുൻ അഹ്സനു വഅസ്ലഹ ലിഇഖ്തിയാരി സിദ്ഖിനാ വകദിബിനാ മിൻ ഹാദിഹിൻ നബുവ. ഇനി പല പ്രവചനങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രവചിച്ചു, അതൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും വലിയ അവസരം ഇതാ എന്റെ എതിരാളികൾ മനസ്സിലാക്കാൻ. ഞാൻ പറയുന്നത് സത്യമാണോ കളവാണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഏറ്റവും വലിയ അടയാളം ഇതാണ്. ഏത്? മുഹമ്മദി ബീഗം നോക്കിയോണ്ടി എന്റെ പെണ്ണാവും. എല്ലാ വിപരീത മനസ്സുകളെയും തട്ടിമാറ്റിക്കൊണ്ട് അള്ളാന്റെ വിധി നടപ്പാകുക തന്നെ ചെയ്യും. അദ്ദേഹം ആദ്യം പറഞ്ഞു വെച്ചത് അദ്ദേഹത്തിന്റെ മിർആത്തെ കമാലാത്ത് അൽ ഇസ്ലാം ഗുലാം അഹമ്മദിന്റെ ഗ്രന്ഥം പേജ് 288. എന്നാൽ അദ്ദേഹം പറയുന്നത് ഇന്നല്ലാഹ അദ്ഹറ അലയ്യ ബി സൂറത്തിൻ നുബുവ, പടച്ചതമ്പരാൻ പ്രവചന രൂപത്തിലൂടെ എനിക്ക് വ്യക്തമാക്കി തന്നു. എന്നൽ ഇബ്നത്തുൽ കബീറത്ത് അലി അഹമ്മദ് ബക്കിന്റെ മൂത്ത പുത്രി തുറദ്ദുലി അത് എന്നിലേക്ക് തന്നെ മടക്കപ്പെടും. അവളുടെ ബന്ധുക്കളൊക്കെ എതിർത്താലും എന്റെ ഭാര്യയായി വരിക തന്നെ ചെയ്യും. വലാകിന്നല്ലാഹു യുസവ്വിജുഹാ ലി വയർഫഉൽ ഹവാജിസ് വലാ യസ്തതിഉ അഹദുൻ അൻ യഖൂല ദൂന തഹഖഖി ഹാദാ. ഈ പ്രവചനം പുലരുന്നതിന് ഒരു കുട്ടിക്കും തടസ്സം സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. ഇത് നടന്നേ തീരൂ. അദ്ദേഹത്തിന്റെ ഇസാലെ ഔഹാം, ഞാൻ നേരത്തെ പറഞ്ഞ പ്രവാചകത്വത്തിന്റെ കാലഘട്ട ഇസാലെ ഔഹാം എന്നൊക്കെ പറഞ്ഞാൽ ജാഹിലിയ കാലത്ത് പറഞ്ഞുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും നീക്കാൻ വേണ്ടി എഴുതിയത് അദ്ദേഹത്തിന്റെ പുതിയ വെളിപ്പാടുകളും വഹികളും എഴുതിയ കിതാബിലാണ്. പേജ് 396 അദ്ദേഹം പറയുകയാണ്. വേണു അദ്ദേഹം പറയുന്നു ഇന്ന സവാജഹ അമ്രു മുത്തഹഖഖ്,
ആ പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കുക എന്നുള്ളത് നടന്നേ തീരൂ. വഅനഖ്സിമു റബ്ബി, ഞാൻ സത്യം ചെയ്ത് പറയുന്നു, അന്നഹാദാ സിദ്ഖുൻ, ഇത് വളരെ സത്യമാണ്, പുലരുക തന്നെയും. ആർക്കും വലാ യസ്തതിഊൻ അൻ തഖൂലു അൻ ദൂന വഖൂഹി വഖദ് ഖാല അല്ലാഹു അസ്സ വജല്ല സവ്വജ്നാകഹാ നഹ്നു ബി അൻഫുസിനാ. പടച്ചോൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിനക്ക് അവളെ നിക്കാഹ് ചെയ്തിരിക്കുകയാണ്. വലാ യസ്തതി അഹദുൻ യുബദ്ദില കലിമാത്തി, അള്ളാന്റെ കലിത്തുകൾ വകഭേദം മാറ്റാൻ വകഭേദം വരുത്താൻ ഒരു കുട്ടിക്കും സാധ്യമല്ല. അദ്ദേഹത്തിന്റെ അൽ ഹുക്മു സമാവിയ ഗുലാം അഹമ്മദിന്റെ കിതാബ് പേജ് 40. വീണ്ടും അദ്ദേഹം പരസ്യമായി പറഞ്ഞു, അന്ന നസ്സൻ നുബുവ വയ സവാജു ഹാദിഹിൽ മർഅ മിന്നി തഖ്ദീറും മുബ്റം, അള്ളാഹുവിന്റെ ഉറച്ച തീരുമാനമാണ് ഇത്, യാതൊരു തരത്തിലുള്ള തഅലീഖാത്തുകളും ഇല്ലാത്ത ഉറച്ച തീരുമാനമാണിത്. അതുകൊണ്ട് വതഖ്ദീറു ലാ യസൂലു ബിഹാലിൽ അഹ്വാൽ, ഒരു ഘട്ടത്തിലും അള്ളാഹുവിന്റെ ഖദർ അത് മറികടക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഈ കഥാ ഫിൽ ഇൽഹാമി ഹാദിഹിൽ ഫഖറ, അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇൽഹാമിൽ ഞാൻ ഇങ്ങനെയും കൂടെ ഞാൻ വായിച്ചു, ലാ തബ്ദീല ലികലിമാത്തില്ല, അള്ളാന്റെ കലിമത്തുകൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ പെണ്ണിനെ കല്യാണം കഴിക്കുക എന്നുള്ള നുബുവത്ത് നടന്നേ തീരൂ എന്നൊക്കെ പറഞ്ഞു. ഇത്രേ പറഞ്ഞെന്ന് പറഞ്ഞാൽ തീരുവില്ല കേട്ടോ, അതിന് മാത്രം അയാൾ ഇത് പറഞ്ഞിട്ടുണ്ട്. അവസാനം എന്നിട്ടും ഈ 50-ാമത്തെ വയസ്സിൽ ഇയാളുടെ ഈ ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെ കെട്ടിച്ചെടുക്കാൻ പിതാവ് തയ്യാറാകാതെ നോക്കുമ്പം പിതാവിന് കുറെ ഓഫർ, ഇതൊന്ന് കെട്ടിച്ചുണ്ടാ, ഇന്നാകെ വഷളാക്കല്ലേ, നീ കണ്ടില്ലേ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കൾ ഈ പ്രവചനം പുലരോ എന്നിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ മാനക്കേടിലാക്കല്ലേ, എനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം, എന്റെ സ്വത്തിന്റെ മുഴുവൻ ഭാഗവും ഞാൻ എനിക്ക് തരാം, എന്റെ മോക്ക് എന്റെ സ്വത്തിന്റെ 2/3 ഭാഗം ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞു നോക്കി, ഒരുപാട് ആവശ്യപ്പെട്ടു. എന്നിട്ട് അവസാനം അതും ഒന്നും സ്വീകരിക്കില്ല എന്നുണ്ടപ്പം ഇയാളുടെ 2 ആമക്കള് ആ അഹമ്മദ് ബക്കിന്റെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട്. ഓരോടൊക്കെ തലാക്കല്ലാന്ന് വരെ പറഞ്ഞു നോക്കുന്നു മക്കളോട്, എനിക്ക് പെണ്ണിട്ടിച്ചില്ലെങ്കിൽ മക്കളെ പോയി തലാക്കില്ലാണ് എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ഇടങ്ങേറാക്കി നോക്കി. എന്നിട്ട് ഇതിനൊക്കെ ഉള്ള തെളിവെന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു പോയതില്ലേ? എന്ത് സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അന്നമല്ലാഹു അലൈഹി വഅന്നം താലൈ, തുടർന്ന് അംസിക അലൈക സൗജക്ക എന്നാണ് നബി നിങ്ങൾ പറഞ്ഞത്. ഞാൻ വിടുകയാണ് നബിയെ, സൈനബിന് ഇഷ്ടല്ല. നബി തങ്ങളുടെ അമ്മായിന്റെ മകളെ ഞാൻ വിടുകയാണെന്ന് പറഞ്ഞു. നബി എന്താ പറയണത്? പൊന്നാര സയ്യിദ് അജ്ജനെ പിടിച്ചേക്കുന്നു, ആളുകളുടെ ഞാൻ വഷളാവും. പടച്ചവനാണെങ്കിൽ സൈനബിനെ എനിക്ക് കെട്ടിച്ചു തരാമെന്നുള്ള ഒരു രീതിയിൽ എന്നോട് സംസാരിക്കും ചെയ്തു. പക്ഷെ എനിക്ക് തുറന്നു പറയാൻ മടിയുണ്ട് ആളുകളുടെ മുമ്പിൽ. കാരണം ഒരു സ്വന്തം മകന്റെ ഭാര്യയെ കെട്ടുക എന്നുള്ള വൃത്തി അടങ്ങറല്ലേ. ഇവിടെ അതല്ല, ഇവിടെ പരസ്യമായിട്ട് പറയുക, എന്നിട്ട് കെട്ടാൻ വേണ്ടി കെട്ടിച്ചു തരാൻ വേണ്ടി വല്ലാതെ പ്രസ് ചെയ്യുക, ഓഫർ നൽകുക. നിന്റെ മകന് ഞാൻ പോലീസിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് പറഞ്ഞ് പോലീസിൽ ഉയർന്ന ജോലി വരെ വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞ് ഓഫറൊക്കെ ചെയ്തു കൊടുത്തു നോക്കി. എന്നിട്ടോ എന്താ സംഭവിച്ചത്? അവസാനം സംഭവിക്കുന്നത് മുഹമ്മദ് ബീഗത്തിന് സുൽത്താൻ ബക്ക് എന്ന് പറയുന്ന ഒരാൾക്ക് പിന്നെ കെട്ടിച്ചു കൊടുക്കപ്പെട്ടു, ഇയാൾക്ക് കിട്ടിയില്ല. അപ്പൊ പിന്നെ അയാൾ പറയാൻ പോയി. പിന്നെന്താ പറയണത്? ഉടനെ അയാൾ പറയാണ്, എന്നാലും ഞാൻ വിടുന്നില്ല, ഞാൻ പറഞ്ഞ വാദം അത് നടക്കുക തന്നെ ചെയ്യും. കാരണം അള്ളാന്റെ പ്രവചനല്ലേ, ഹാദാ സഹീഹുൻ ബി അന്ന മുഹമ്മദ് ബീഗം മാ സുബ്ബിജത്ലി, മുഹമ്മദ് ബീഗത്തിന് എനിക്ക് കെട്ടിച്ച് തന്നിട്ടില്ല എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ വലാകിന്നഹാ ഖതഇയൻ സൗഫ തുസവ്വജുലി കമാ ദക്കർതു നുബുവ, ഈ പ്രവചനത്തിൽ എങ്ങനെയാണോ പറഞ്ഞത് അത് പുലരുക തന്നെ ചെയ്യും. വ ഇന്നൽ മർഅത ലാ തസാലു അഖല ഖൈദിൽ ഹയ, അതെങ്ങനെ സംഭവിക്കുക? ഈ പെണ്ണ് ദീർഘായുസോടെ ജീവിക്കും. എത്താ തർജിയിലിയ തുസവ്വജുൽ ഈവാന ഉമിനി ബിഹാദ ഈമാനൻ ജാസിമൻ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹിന്റെ വാഗ്ദാനം, അള്ളാഹിന്റെ പ്രവചനമാണിത്, അള്ളാഹുവിനോട് വെളിവാക്കിയതാണ്. അതുകൊണ്ട് ഈ പെണ്ണ് ജീവിക്കും. ഈ പെണ്ണിന്റെ ഭർത്താവും ഈ പെണ്ണിന്റെ മാതാപിതാക്കളൊക്കെ 3 കൊല്ലത്തിനുള്ളിൽ മരിച്ചു തുടങ്ങും. എന്നിട്ടോ പിന്നെ പെണ്ണിന്റെ അടുത്ത് വരും എന്നൊക്കെ പ്രവചിച്ചു. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, ഈ വഹാദിഹിൽ മർഅത്തു തസ്ബുതു വയമൂതു സൗജുഹാ വഅബവാ ഖിലാല 3 സനവാത്ത്. അദ്ദേഹത്തിന്റെ ഇൽഹാമിൽ പറയാണ്, 3 കൊല്ലം കൊണ്ട് ഇവളെ ഭർത്താവ് മരിക്കും, ഇവളെ എനിക്ക് കെട്ടിച്ചു തരാതെ എന്നോട് വിയോജിപ്പ് കാണിച്ച മാതാപിതാക്കന്മാര് മരിച്ചും, അങ്ങനെ പെണ്ണ് എനിക്ക് തിരിച്ചു വരുമെന്ന്. പടച്ചോനാണ് കാത്ത്, പടച്ച തമ്പുരാനെ. ഇന്ന് സത്യസായിബാബന്റെ കൂടെയും മറ്റാളുകളുടെ മുമ്പിലൊക്കെ ദുർബലരായ ഈമാനുള്ള മുഅ്മിനീങ്ങൾ പോയി പോകുന്നല്ലേ. പടച്ചവൻ വല്ലാത്തൊരു കാരുണ്യമാണ് ഉമ്മത്തിനോട് കാണിച്ചു തന്നത്. എന്താ സംഭവിച്ചതെന്നറിയോ? ഈ മീർസ അഹ്മദ് ഖാദിയാനി 1908 മരിക്കുകയാണ്. മരിച്ചതിന് ശേഷം മുഹമ്മദ് ബീഗം 1966 വരെ ജീവിച്ചു. എത്ര കൊല്ലം? 1966 വരെ. എന്നാൽ ഈ ഭർത്താവ് മരിച്ചോ? ഇല്ല. ഇവിടെ ഭർത്താവ് മരിക്കുന്നത് 1948. 40 കൊല്ലം ഭർത്താവിന് ജീവിക്കുകയാണ്. എന്ന് നോക്കിയാണ്
വല്ല ഖാദിയാനികളോടുണ്ടെങ്കിൽ ഇതൊക്കെ അയാളുടെ പുസ്തകത്തിലില്ലേ? ഉണ്ടോ അല്ലേ? ഏതെങ്കിലും ഒരു പ്രവചനം ഇയാളത് പുലർന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ സാധിക്കുമോ? അബ്ദുള്ള ആഥം എന്നറിയുന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിതനുണ്ട്. ഇനി ഞാന് പ്രവാചകത്തെ തുടർച്ച എന്റെ മുമ്പിൽ ഇവര് സാധാരണഗതിയിൽ ഉന്നയിക്കാറുള്ള 15 ആയത്തുകൾ, 15 അല്ല അതിനപ്പുറമുണ്ട്, ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പ്രവാചകത്വം തുടർന്നുകൊണ്ടിരിക്കുമെന്ന് പറയുന്ന ആയത്തുകളുണ്ട്. വലാക്കിർ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ, ഈ ആയത്തിനെ പോലും മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി കൊടുത്ത അർത്ഥം, നിരന്തരം അവസാന വർഷം വരെ കൊടുത്ത അർത്ഥം, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വത്തിന് നുബുവത്തിന് പരിസമാപ്തി കുറിച്ചാണ് എന്ന. ഖാത്തമിന് ഇവർ പല അർത്ഥവും കൊടുക്കാൻ നോക്കും, പക്ഷെ നടക്കൂല. ഖത്തമ എന്ന ക്രിയാധാതു എന്നുള്ളതാണ് ഖാത്തമായാലും ഖാത്തിമായാലും. ഖത്തമ എന്നതിന്റെ നേരെ വിപരീതം ഫതഹ എന്നാണ്. അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഫതഹ അല്ലേ? വിപരീതം കൊണ്ടാണല്ലോ ഒരു വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. അതിന് മോതിരത്തിന് ഖാത്തം എന്ന് ഉപയോഗിക്കുന്നത് അതിന് മോതിരം കൊണ്ട് സീല് വെക്കാൻ ഉപയോഗിക്കുന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ ഖത്ം എന്ന വാക്കിന് മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യുക, പര്യവസാനിപ്പിക്കുക, അടക്കുക, ബന്ധാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അത് സീലിലുണ്ട്. ഒരു സംഗതി സീൽ വെച്ചു എന്ന് പറഞ്ഞാൽ ഇനി അതിലേക്ക് ഒരൊറ്റ വസ്തുവും കയറ്റി കൂട്ടാൻ കഴിയില്ല. ഒന്ന് എഴുത്തൊക്കെ നിർത്തി അവസാനാണ് സീൽ വെക്കല്ലേ. ഇത് തന്നെ അയാൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു, മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി. അവസാനം അദ്ദേഹം മരിക്കുന്നതിന്റെ ഒരൊറ്റ വർഷം മുന്നേ മാത്രം അയാൾ മാറ്റി പറഞ്ഞു, ഖാത്തമുൻ നബിയ്യീൻ എന്ന് പറഞ്ഞ ആയത്തിന്റെ അർത്ഥം പ്രവാചകൻ മുഹമ്മദ് നബി സീൽ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ വിട്ട് പ്രവാചകന്മാരെ നിയോഗിക്കുന്ന ആളാണെന്ന്. എന്ന് പറഞ്ഞാൽ സീൽ അടിയിലല്ല മുകളിലാണ്. അന്നട് വെച്ചു. മനസ്സിലായോ? ഇവിടെയാണ് അയാൾ കളിച്ച കളി. അവസാനം ഖാത്തമുൻ നബീന് അദ്ദേഹത്തിന്റെ 1908 മരിക്കുന്ന 907 വരെ അത് പറഞ്ഞുകൊണ്ടിരുന്നു. 907 അദ്ദേഹം മാറ്റി പറഞ്ഞു, ഖാത്തമുൻ നബി എന്ന് പറഞ്ഞാൽ സീൽ എന്നാണ് അർത്ഥം, മുദ്ര. പക്ഷെ മുദ്ര എവിടെയാണ്? ലെറ്ററിന്റെ അടിയിലല്ല, മുകളിലാണ്. ഇപ്പൊ മുഹമ്മദ് നബി ഇനി വരാനിരിക്കുന്ന എല്ലാ പ്രവാചകന്മാർക്കും സീലടിച്ച് ഇങ്ങനെ വിട്ടുകൊടുക്കുന്ന ആള് മുഹമ്മദ് നബിയാണെന്ന് എന്നോട് മാറ്റി പറഞ്ഞു എന്നുള്ളൂ. ഖത്തമക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുക എന്നല്ലാതെ ആദം നബി കൊണ്ട്, ആദം നബി ഇതിന്റെ ഫാത്തിഹാണ്, പ്രവാചകത്വത്തിന്റെ തുടക്കമാണ്. ഖാത്തമുൻ നബിയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ പരിസമാപ്തിയുമാണ്. അല്ലാത്ത അർത്ഥം ഒരു ഡിക്ഷണറിയിലും കാണിക്കാൻ കഴിയില്ല, അറബി നിഘണ്ടുവിലും ഇല്ല. വല്ലവർക്കും ഉണ്ടെങ്കിൽ ആ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഇൻഷാ അല്ലാഹ്. ഖാദിയാനികളെ ഉപദേശിക്കേണ്ട രൂപം എങ്ങനെ? ഖാദിയാനിസത്തിനെതിരെ കേരളത്തിലുള്ള മുജാഹിദ് ജമാഅത്തെ സമസ്ത പോലുള്ള സംഘങ്ങൾ നാക്കെടുക്കാത്തത് എന്തിന്റെ പേരിൽ? തബ്ലീഗ് പരിശ്രമം ചെയ്യുന്നവർ ഈ മേഖലയിൽ ശ്രദ്ധ കൊടുക്കാത്തത് എന്ത്? കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ വൃത്തികെട്ട ഖാദിയാനി പ്രവണതയ്ക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഇപ്പൊ നമ്മള് ഫ്യൂറ ചെയ്ത് കൂടി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. സംഗതി ഇതിന്റെ ഗൗരവം വല്ലാതെ പെരുപ്പിക്കാൻ മാത്രമൊന്നുമില്ലെങ്കിലും നമ്മളുടെ ശ്രദ്ധയില്ലെങ്കിൽ പാവങ്ങളായ ആളുകൾ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ശൈലിയിലൂടെയാണ് ഇവരുടെ അവതരണം. ആദ്യമായി ഈ നമ്മുടെ അൽജമാഅത്തിന്റെ വിഷയം എടുത്തിടും, മുസ്ലിങ്ങളുടെ അൽജമാഅത്ത്. പിന്നെ ഈസാ നബിനെ മരിപ്പിക്കാൻ വേണ്ടി അവർക്ക് വലമ്മ തവഫൈത്തനിയൊക്കെ കൊണ്ടുവരും. ഒരാളെ ഈ സംശയം ചോദിക്കുന്നത് കാണാത്തതുകൊണ്ട് ഞാൻ വിഷയമൊന്നും കടന്നിട്ടില്ല. ഈസാ നബിയെ നമുക്ക് ജീവിപ്പിക്കാൻ തന്നെ വിശുദ്ധ ഖുർആൻ ശരീഫ് ഓതി തന്നെ ജീവിപ്പിക്കാൻ കഴിയും. ആരും ഖാദിയാനികളുടെ ഭാഗത്തുനിന്ന് ഒരു സംശയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കാതെ പോയത്. റൂഹാനി ഖസായിൻ എന്ന് പറയുന്നത് മീർസയുടെ ഗ്രന്ഥമാണ്. മീർസയുടെ ഗ്രന്ഥം റൂഹാനി ഖസായിന് എന്നാൽ ആരുടെ പുസ്തകമാണെന്ന്? മീർസയുടെ ഗ്രന്ഥമാണ്. ഒരു ബൃഹത്തായ വലിയ ഗ്രന്ഥമാണ്. അതിനകത്ത് അദ്ദേഹത്തിന്റെ മുൻകാലത്തിൽ എഴുതിയ ഓരോന്നും അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. ഞാൻ ബറാഹിൻ അഹമ്മദിയയിൽ ഇത്രാം വല്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചു നോക്കി അറിയാൻ സാധിക്കും. വേറെ ചില ചോദ്യങ്ങൾ നമുക്കുള്ളതല്ലോ. ഈസാ നബി സ്വല്ലല്ലാഹു വസ്സലാമിന്റെ തബ്ശീർ, സുവിശേഷം
വിശുദ്ധ ഖുർആൻ ഷരീഫിൽ മുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, ഈ പേര് പറഞ്ഞിട്ട് ഇത് ഞാനാണ് എന്ന് അയാൾ പറയാറുണ്ട്. എനിക്ക് ശേഷം വരുന്ന അഹമ്മദ് എന്ന പേരുള്ള നാമത്തിൽ വരുന്ന ഒരു പ്രവാചകനെ ഞാൻ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അഹമ്മദ് അല്ലല്ലോ. മുഹമ്മദ് നബിക്ക് അഹമ്മദ് എന്ന പേര് നബി തന്നെ പറയുന്നുണ്ട്. അന അഹമ്മദ് അനിൽ മാഹി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മീർസ അഹമ്മദ് അല്ല, മീർസന്റെ പേര് അഹമ്മദാ. മീർസന്റെ പേര് ഗുലാമെ അഹമ്മദ് എന്നാ, അഹമ്മദിന്റെ അടിമ എന്നാ, അഹമ്മദിന്റെ അടിമ എന്നാ. അപ്പൊ ചോദിക്കുക, ഒരു ഗുലാമല്ലേ ഉള്ളൂ, അത് അഹമ്മദ് പുറത്തുണ്ടല്ലോ. അങ്ങനെയാണ്. പിന്നെ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണോ? അബ്ദുള്ള എന്നാൽ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അബ്ദ് കളഞ്ഞാലൊക്കെ ഒന്നാ. ഗുലാമെ അഹമ്മദ് എന്ന അയാളെ പേര് അഹമ്മദ് ഒന്നും അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ആയത്ത് വെച്ചിട്ട് അയാൾക്ക് ഞാനാണ് അയാളെന്നും വാദിക്കാനൊന്നും കഴിയൊന്നുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായ ഹദീസിലൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അഹമ്മദാണെന്ന്. പിന്നെ ഈസാ നബി സലാം, അതും നമ്മളെ സാധാരണ ജനങ്ങളിൽ പറ്റിക്കാരൻ അവർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ പറയുന്നു ഖാത്തമുൻ നബിയ്യീൻ എന്ന ആയത്തിൽ വിശ്വസിക്കുന്നു. പ്രവാചകത്വത്തിന്റെ പരിസമാപ്തി കുറിക്കപ്പെട്ട ആൾ മുഹമ്മദ് നബിയാണ്. എങ്കിൽ ഈസാ നബി ഒരു ആവർത്തി വരുമ്പോ ഈസാ നബി ഈ നബിതങ്ങളുടെ ഖാത്തമുൻ നബിന് വിരുദ്ധമാവൂലേന്ന് അത് മീർസ അവസാനം വരെ പറഞ്ഞിട്ടുണ്ട്. ഒരു പുതിയ നബിയുടെ വരവും ഒരു പഴയ നബിയുടെ തിരിച്ചുവരവും ഒക്കെ രണ്ടും ഖത്മേ നബുവത്തിന് എതിരാണ്. അതുകൊണ്ട് ഇനി ഒരു നബിയും വരൂല എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാലോ ഖാത്തമുൻ നബീനോട് ഉദ്ദേശിക്കുന്നത് എന്താണ്. ഖാത്തമുൻ നബീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നുബുവത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നതിൽ അവസാനത്തെ ആളെന്നാണ്. അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതിന്റെ അർത്ഥം ഈസാ നബിയല്ല, മൂസാ നബിയല്ല, കുറെ പ്രവാചകന്മാർ ഇനിയും ഭൂമിയിലേക്ക് വന്നു എന്ന് വിചാരിച്ചിട്ട് അവരുടെ നുബുവത്തിലേക്കുള്ള സെലക്ട്, നുബുവത്തിലേക്ക് അവരെ തെരഞ്ഞെടുക്കപ്പെടൽ മുൻപേ കടന്നുപോയിട്ടുള്ളതാണ്. പുതുതായി ഒരാളെയും നുബുവത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയില്ല. ഈ മഹ്ശറയിൽ എല്ലാ നബിമാരോടി വരൂലേ? അപ്പൊ നബി തങ്ങളുടെ ഖാത്തമുൻ നുബുവത്തിന് എന്ത് എതിരാവോ? പിന്നെ ഈസാ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം വീണ്ടും കാലങ്ങളോളം ജീവിച്ചിരിക്കുക എന്നുള്ളത് ഖാത്തമിയത്തിന് എങ്ങനെ എതിരാകാനാണ്? മീർസയുടെ തന്നെ വചനങ്ങൾ കാണാൻ സാധിക്കും. അന ഖാത്തമുൽ ഔലാദ് ലി അബി, ഞാൻ എന്റെ പിതാവിന്റെ അവസാനത്തെ കുട്ടിയാണ്, ഏറ്റവും ഇളയ കുട്ടിയാണ്, ആൺകുട്ടിയാണ്, ഏറ്റവും ഇളയ കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്റെ പിതാവിന്റെ മക്കളിൽ ജന്മം കൊണ്ട് അവസാനത്തെ ആളാണെന്നാണ്, അല്ല മരണം കൊണ്ട് അവസാനത്തെ ആളാണെന്ന് ഇവിടെയും പറയാൻ കഴിയില്ല. കാരണം അയാളുടെ ജ്യേഷ്ഠന്മാര് ഇയാളുടെ മരണത്തിന് ശേഷം ജ്യേഷ്ഠന്മാര് ജീവിച്ചിരിപ്പുണ്ട്, അത് പൊളിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് ഈസാ നബി ആകാശത്തല്ല ഏത് ലോകത്ത് പിന്നെ ജീവിച്ചാലെന്താ, ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രവാചകത്വം കൊണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്നതിൽ ഒരു നിലക്കും ഒരു പഴയ നബി ഇവിടെ വരാൻ അള്ളാഹു തആല വിധിച്ചതും അതുകൊണ്ടാണ്. പുതിയൊരു നുബുവത്തിലേക്ക് ഇനി ഒരാളെയും, നുബുവത്തിന്റെ പരമ്പരയിലേക്ക് ഇനി ഒരാളെയും ചേർക്കപ്പെടൂല എന്നതിന്റെ അർത്ഥം. വളരെ വ്യക്തമാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലുള്ള ചോദ്യങ്ങളൊന്നും ഈ വിഷയത്തിൽ കണ്ടിട്ടില്ല. ഒന്ന് വളരെ പ്രസക്തമായ വിഷയം, ഒന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ? ഖുർആനിലും ഹദീസിലും മതിയായ തെളിവ് ഉദ്ധരിക്കാമോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മ ആണൊന്ന്. ഏറ്റവും വലിയ തെളിവ് ഇജ്മ ആണ്. ഖുർആൻ ഹദീസ്, ഖുർആൻ എന്തുകൊണ്ട് തെളിവാണ്? ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മ ആണ്. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ തെളിവ് ഇജ്മ ആണ്. അതിന് വിരുദ്ധമായി മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഒരാളും പറഞ്ഞിട്ടില്ല ഈസാ നബി മരിച്ചു പോയിട്ടുണ്ടെന്നുള്ളത്. ഒന്നാമത്തത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ, അതിനോടൊപ്പം വിശുദ്ധ ഖുർആൻ ഷരീഫിന്റെ നസ് ഗണ്യതമായി ഈസാ നബി ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഖുർആനിലൂടെ ഈസാ നബിയുടെ ജീവിതം നമുക്ക് ഏറെക്കുറെ അതിന്റെ വ്യാഖ്യാനങ്ങളിലൂടെ ഉറപ്പിക്കാൻ മാത്രമുള്ള ധാരാളം തെളിവുകളുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രധാന ഒരു തെളിവ് സൂറത്തു നിസാഇന്റെ 157 ആയത്ത്, 158 തുടങ്ങുന്ന ആയത്തുകളാണ്. വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മറിയമ റസൂലുള്ളാഹി വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരെ ശപിക്കാനുള്ള കാരണം അവർ പ്രകാരം പറഞ്ഞു, ഞങ്ങൾ മസീഹ് ഈസ ഇബ്ന മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊന്നിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകനായ. എന്നാൽ ഒമാ ഖതലൂഹു,
അവർ അദ്ദേഹത്തെ കൊന്നില്ല. വമാ സലബൂഹു, അവർ അദ്ദേഹത്തെ കുരിശിലേറ്റിയിട്ടുമില്ല. വലാക്കിൻ ശുബ്ബിഹലഹും, പക്ഷേ അവർക്ക് സദൃശീകരിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊരാളെ ബദലായി കൊല്ലപ്പെട്ട് തശ്ബീഹ് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. വ ഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി, ഈസ നബിയുടെ വിഷയത്തിൽ സംശയാലുക്കളായ ക്രിസ്ത്യാനികൾ തന്നെ ലഫീ ശക്കിൻ മിൻഹു, അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അഹ്ലു കിതാബികൾ തന്നെ സംശയത്തിലാണ്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചുവെന്ന്. മാലഹും ബിഹി മിൻ ഇൽമിൻ, അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അവർക്ക് ശരിയായ ഒരു ഉറപ്പുമില്ല. ഇല്ലത്തിബാഅല്ലി, വെറും ഊഹത്തെ പിൻപറ്റുകയല്ലാതെ. വമാ ഖതലൂഹു യഖീനാ, ഈസാ നബിയെ അവർ ഉറപ്പായും കൊന്നിട്ടില്ല. ബൽ റഫഅഹുല്ലാഹ്, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ അവനിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അല്ലാഹു തആല അസീസും ഹക്കീമുമാണ്. വ ഇമ്മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുമിനന്ന ബിഹി, ഒരൊറ്റ വേദക്കാരനും ഇല്ലാതെ മുഴുവൻ വേദക്കാരും അദ്ദേഹത്തിൽ വിശ്വസിക്കുന്ന ഒരു കാലമുണ്ട്. ഖബല മൗതിഹി, എല്ലാ വേദക്കാരും തന്റെ മരണത്തിന് മുന്നായി അദ്ദേഹത്തിൽ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നു എന്നും. ഇവിടെ ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, ഈസാ നബിയെ അല്ലാഹു തആല തന്നിലേക്ക് ഉയർത്തി എന്നാണ് പറയുന്നത്. അതിന് തൊട്ടു മുന്നേ ഈസാ നബിയെ ഉദ്ദേശിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ശരീരവും ആത്മാവും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈസാ നബി എന്ന് പറയുന്നത്. ആ ഈസാ നബിയിലേക്ക് തന്നെയാണ് ഇതിനകത്ത് 8 ലമീറുകൾ മടങ്ങുന്നുണ്ട്. എങ്കിൽ റഫഅഹുല്ലാഹു എന്നുള്ളിടത്ത് മാത്രം എങ്ങനെ ഈസാ നബിയുടെ ആത്മാവിനെ ഉയർത്തി എന്നാവുക? മീർസ കൊടുക്കുന്ന അർത്ഥം അങ്ങനെയാണ് പിന്നീട് മാറ്റിവെച്ചത്. ഈസാ നബിയെ തന്നിലേക്ക് ഉയർത്തി എന്ന് പറഞ്ഞാൽ ഈസാ നബിയുടെ റൂഹിനെ മാത്രം ഉയർത്തി, ശരീരത്തെ ഉയർത്തിയിട്ടില്ല എന്ന്. അപ്പൊ ഇതിനു മുന്നേ പറഞ്ഞ ഒരുപാട് ഈസാ നബിയിലേക്ക് മടങ്ങുന്ന ലമീർ മൊത്തം ഈസാ നബിയുടെ ശരീരവും ആത്മാവും ചേർത്താണ്. എങ്കിൽ റഫഅഹുല്ലാഹു എന്ന് പറയുന്നിടത്തും ഈസാ നബിയുടെ ശരീരമടക്കമുള്ള ഉയർച്ചയാണ്, അല്ലാതെ ആത്മാവ് മാത്രമല്ല. എന്ന് മാത്രമല്ല, ബൽ എന്ന വാക്ക് ഒമാ ഖത്തൽ, ഒരു നഫീക്ക് ശേഷമോ അല്ലെങ്കിൽ ഒരു നിരോധന ക്രിയക്ക് ശേഷമോ ഒരു നിഷേധക്രിയക്ക് ശേഷമോ ബൽ വന്നാൽ അതിന് നിർബന്ധമായൊരു വാക്കുണ്ട്. മുമ്പ് പറഞ്ഞതിന്റെ നേരെ വിപരീതം ബല്ലിന് ശേഷം സ്ഥിരപ്പെടുത്തുകയും മുമ്പ് പറഞ്ഞതിനെ തിരിയുകയും ചെയ്യുന്ന ഒരു മീനിങ് ബൽ എന്ന കെലിമത്തിനുണ്ട് എന്ന് അറബി നിഘണ്ടു ഭാഷാ പണ്ഡിതന്മാര് മുഴുവൻ പറഞ്ഞിട്ടുള്ളതാണ്. മുഅ്ജമുൽ ബസീത്ത്, അതേപോലെ തന്നെ ലിസാനുൽ അറബി ഒക്കെ മറച്ചു നോക്കി എന്താ പറയണത്? അദാത്ത് ബൽ എന്നുള്ളത് അർഫു അദാത്തു അത്ഫിൻ തദ്ഖുലു അലൽ മുഫ്രദി വഅലൽ ജുംല. അത് ഒറ്റവാക്യങ്ങളുടെ മേലിലും അതേപോലെ തന്നെ ഒരു വാക്യത്തിന്റെ മേലിലും അത് പ്രവേശിക്കും. ഫൈദാ ദഖലത് അലൽ മുഫ്രദ് വകാന ഖബലഹാ നഫിയുൻ ഔ നഹിയുൻ ബിമാന ലാക്കിൻ ഫഇന്നഹാ തുഖർറിറു മാ ഖബലഹാ വതുസ്ബിതു ളിദ്ദഹു ലിമാ ബഅദഹാ. ഇത് നമ്മളും കാദ്യാനികളും ഒക്കെ അംഗീകരിക്കേണ്ട ഒരു വിഷയമാണല്ലോ അറബി ഭാഷാ മൂലഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ. തഫ്സീർ അല്ലത് പറയും, അറബിയുടെ ഭാഷയാണ്. ഒരു നിഷേധത്തിന് ശേഷം ബൽ എന്ന് പറയുമ്പോ മുമ്പ് എന്താണോ പറഞ്ഞു വെച്ചത് അതിന്റെ നേരെ വിപരീതം സ്ഥിരപ്പെടുത്താനേ ബൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ഒമാ ഖതലൂഹു യഖീനാ, ഈസാ നബിയെ അവർ ഒരിക്കലും തീർച്ചയായും കൊന്നിട്ടേയില്ല. ബൽ എന്നിട്ടോ ആത്മാവിനെ ഉയർത്തി. ആത്മാവിനെ ഉയർത്തണേ ഇവിടെ മരിക്കണ്ടേ? എന്തായി പറയണത്? എത്ര ഘടകവിരുദ്ധമാണ്. ഖുർആന്റെ ഭാഷയ്ക്ക് പോലും നിരക്കാത്ത അർത്ഥമായി വരുന്നത്. ഞാൻ തഫ്സീർ പറയുന്നല്ല, തഫ്സീർ ഒരു പക്ഷേ അത് നിങ്ങളായി ഉണ്ടാക്കിയ തഫ്സീറാണെന്ന് പറഞ്ഞ് അംഗീകരിക്കാതിരിക്കാം. ഖുർആനിനെ ഭാഷ കൊണ്ടെങ്കിലും അംഗീകരിക്കേണ്ടത് കാദ്യാനികൾക്ക് നിർബന്ധമാണ്. ഒമാ ഖതലൂഹു യഖീനാ, ഉറപ്പായിട്ടും ഈസാ നബിയെ അവർ കൊന്നിട്ടില്ല. ആ കൊന്നിട്ടില്ല എന്ന് സ്ഥിരീകരിക്കണം. അതിന്റെ നേരെ വിപരീതം ബൽ എന്ന് പറയുമ്പോ അപ്പൊ എന്ത് സ്ഥിരപ്പെടുത്തണം? ഈസാ നബിന്റെ ഹയാത്ത് ഉണ്ടാകണം. കാരണം അതിന്റെ വിപരീതം അതാണ്. ബൽ റഫഅഹുല്ലാഹ്. അപ്പൊ ഹയാത്ത് നിർബന്ധമാണ് ബല്ലിന്. നിങ്ങളൊന്ന് വാക്കുകൊണ്ട് ചിന്തിച്ചു നോക്കി. നമ്മളിങ്ങനെ പറയാ, സെയ്ദ് മരീദല്ല ബൽ സഹീഹുൻ, മറിച്ചു പോവാൻ ആരോഗ്യവാനാണ്. സെയ്ദ് ഹാദിറല്ല ബൽ ഗായിബുൻ, അവൻ സ്ഥലത്തില്ല, യോഗ്യതയുണ്ട്. സെയ്ദ് കസീറുൻ, പൊക്കമുള്ള മാഹുവ കസീറൻ,
അവൻ പൊക്കമുള്ളവനല്ല, അല്ല കുള്ളനല്ല, ബൽ ഹുവ തവീലുൻ, അവൻ നീളമുള്ളവനാന്നൊക്കെ പറയാം. എന്നാ ഒരുത്തൻ ഇങ്ങനെ പറയാ, സയ്യിദ് പൊക്കമുള്ളവനല്ല, ബൽ തബീബനോ ഡോക്ടറാണ്. വല്ല യോജിക്കുണ്ടോ ഈ വാക്കിന്? യോജിക്കുവോ? സയ്യിദ് പൊക്കം കുറഞ്ഞവനല്ല, ബൽ ഡോക്ടറാണ്. അതുപോലും ഈ ബല്ലിന്റെ പ്രയോഗത്തിന് പറ്റൂല. ബൽ എന്ന വചനത്തിന്, കലിമത്തിന് ഒരു നിഷേധത്തിന് ശേഷമാണെങ്കിൽ മുമ്പുള്ളത് സ്ഥിരീകരിക്കപ്പെടുന്നതിനോടൊപ്പം അതിന്റെ വിപരീതം കൊണ്ടുപോയിട്ട് അതിന് ശേഷം സമർത്ഥിക്കണം. ഞാൻ ഈ ഒരൊറ്റ പോയിന്റിലൂടെ ഇവരെ സാക്ഷാൽ യാസർ അറഫാത്തിനെ പോലുള്ള ഇവർക്ക് നന്നായി ഫുൾ ടൈമറായി ക്ലാസ് എടുക്കുന്ന ആളെ മുമ്പിൽ ഈ പോയിന്റ് ഇട്ടുകൊടുത്തു. ആകെ പിന്നെ എന്നോട് വന്ന ഖലിശ ചില്ലറൊന്നുമല്ല. കാരണം അവർ ആകെപ്പാടെ തവഫൈത്തിനെയൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിനെ മരിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാ അഹ്ലി കിതാബികളും ഈസാ നബിയുടെ മരണത്തിന് മുന്നേ ഈസാ നബിയിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ആയത്തിന്റെ തഫ്സീർ വളരെ കൃത്യമായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഈസാ നബി വർന്നിറങ്ങുന്ന യൻസിലന്ന ഈസ ഇബ്നു മറിയം ഫീക്കും ഹകമൻ അദലൻ എന്ന് പറഞ്ഞ ആയത്ത് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ആയത്ത് പിന്നീട് ഓതുന്നത്. എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ സർവ്വ 8ഓളം വരുന്ന ലമീറുകൾ മൊത്തം ഈസാ നബിയിലേക്കാണ് മടങ്ങുന്നത്. പിന്നെ വൈമിൻ അഹ്ലി കിതാബി ഇല്ലാ ലയുമിനന്ന ബിഹി എന്നുള്ള ലമീർ മാത്രം ഈസാ നബി ഇല്ലാത്ത വേറെ ആരിലേക്കും മടങ്ങാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ടും അവരും സമ്മതിക്കും ഈസാ നബിയിലേക്ക് തന്നെയാണ് ഈ ലമീർ മടങ്ങുന്നത്, സമ്മതിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാവുമോ? ഈസാ നബിയിൽ എല്ലാവരുമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാലം അതെങ്ങനെ സംഭവിക്കാനാണ്? അങ്ങനെ ഒരു കാലം ഉണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മരിച്ചോലൊക്കെ ജീവിച്ചു വരണ്ടേ? ഒരാരും വിശ്വസിക്കാതെ എത്രയോ അഹ്ലി കിതാബികൾ, നസാറാക്കള്, യഹൂദികൾ ഒരുപാട് ഈമാനില്ലാതെ മരിച്ചുപോയവരുണ്ട്. അവരൊക്കെ രണ്ടാമത് പുനർജീവിക്കണ്ടേ? എല്ലാവരും ഈസാ നബിയിൽ വിശ്വസിക്കുന്ന ഒരു കാലം സംജാതമാകണമെങ്കിൽ എത്രയോ ആളുകൾ അങ്ങനെ മരിച്ചുപോയി എന്നൊക്കെ നമ്മളെ ചോദിച്ച് കൊടുക്കാനിടും. നമുക്ക് സുഖമായിട്ട് അങ്ങനെ സർവ്വലോകരും വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം അസാധ്യമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതും അസാധ്യമാണെന്ന് നമ്മൾ പറയേണ്ടി വരും. ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, വലൗ അന്ന അഹ്ലൽ ഖുർആ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്. ഒരു ലോകത്ത് ഒരു കാലഘട്ടത്തിലുള്ള മുഴുവൻ ആളുകളും അക്കാലഘട്ടത്തിൽ വിശ്വസിച്ചാൽ എല്ലാവരും വിശ്വസിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. അത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ശരീഫ് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഒരു നാട്ടുകാര് മൊത്തം മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി മാറുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമ്പോൾ നമ്മുടെ ബറക്കാത്തുകൾ, ഐശ്വര്യങ്ങൾ, അള്ളാഹുവിന്റെ ഖൈറുകളും ബർക്കത്തുകൾ ഭൂമിയിൽ കോരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒരു കാലഘട്ടത്തിൽ ഈസാ നബി ഒരാവർത്തി ഇവിടെ വരുമ്പോ അദ്ദേഹത്തിൽ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാലമുണ്ടായാൽ എല്ലാവരും വിശ്വസിച്ചു എന്ന് പറയാം. വഇമ്മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുമിനന്ന ബിഹി ഖബല മൗതി. ഈസാ നബിന്റെ മരണത്തിന് മുന്നേ എന്ന് പറഞ്ഞാൽ ഈസാ നബി ഇന്ന് വരെ മരിച്ചിട്ടില്ല എന്നാണ് ഖുർആനായി പറയേണ്ടത്. പിന്നെ ഞാൻ നിങ്ങളോടാ പറയുന്നത്, എനിക്ക് ഇന്നേ വരെ മറുപടി കിട്ടാത്ത ഒരു ചോദ്യമുണ്ട് അവരുടെ മുമ്പിൽ. ഈസാ നബി ആകാശത്ത് നിന്ന് ആകാശത്തിലേക്ക് ഉയർന്നു എന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറയും. ഹദീസിൽ, ബുഖാരി മുസ്ലിമിന്റെ ഹദീസിൽ സമാ എന്ന പദം വന്നിട്ടില്ല. മറ്റു റിവായത്തുകളിലൊക്കെ സമാ ആകാശലോകം എന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ഉപരി ലോകത്താണ് ഈസാ നബി എന്നും, ഈസാ നബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെയായി വളർന്ന്, ഇവിടെ ഒരു മാതാപിതാക്കൾക്ക് ജനിച്ച് വളർന്നു വന്ന് മുജദ്ദിദ്, മുഹദ്ദസ്, പിന്നെ ഇമാമെ മഹദിയായി ഇങ്ങനെ കാലക്രമേണ വാദം നടത്തിക്കൊണ്ട് വന്ന ഒരു വ്യക്തിത്വമല്ലെന്നും ഒരു നിലക്കും വ്യാഖ്യാനിക്കാൻ പറ്റാത്ത വിധം ഇതൊരു ഉപരിലോകത്തുനിന്ന് പ്രത്യക്ഷപ്പെടുന്ന ആളാണ് എന്നും അറിയിക്കാൻ കൃത്യമായി മുസ്ലിമിന്റെ റിവായത്ത്, അതേപോലെ തന്നെ ഇബ്നു മാജയുടെ റിവായത്തുകൾ, 3ഓളം റിവായത്തുകൾ കാണാൻ സാധിക്കും. ബൈനമാഹും കദാലിക് ഇദ് ബൈനമാഹും യുസവ്വൂന സുഫൂഫ് ഉഖീമത്തിസ്സലാത്ത് ഇദാഹും ബിഈസ. മുഫാജഅത്ത്, പെടുന്നനെ, പെട്ടെന്നതാ ഈസാ നബി പ്രത്യക്ഷപ്പെടുന്നു. ഈ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ഈസ ഇബ്നു മറിയം നിങ്ങളുടെ മീർസ ഉൽ ഖാദിയാനിയിൽ നിങ്ങളൊന്ന് എങ്ങനെ വ്യാഖ്യാനിച്ചു തരൂ എന്ന് ഞാൻ ചോദിച്ചിട്ട് കൊല്ലം 2ആയി. അവരുടെ ഏറ്റവും അഗ്രഗണ്യനായ ആളുടെ മുമ്പിൽ ചോദിച്ചിട്ടും ഇന്നേ വരെ മറുപടി കിട്ടിയില്ല. അതിന്റെ അർത്ഥം അവർക്ക് ഒരു പാടി പഠിപ്പിച്ചു വെച്ച ചില ചോദ്യങ്ങളും മറുപടികളുണ്ട്. അത് മാത്രം അവരിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, അവർ ഓതുന്ന 15 ആയത്തുകളും ഒന്ന് നേരത്തെ മുൻകൂട്ടി
അവരുടെ ദുർവ്യാഖ്യാനത്തിന്റെ വഴികളൊന്ന് കണ്ടെത്തിയാൽ ഇവരുടെ മുമ്പിൽ ഒട്ടും പതറാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. നേരത്തെ നമ്മളത് മനസ്സിലാക്കി വെക്കണമെന്നേ ഉള്ളൂ. അതിൽ ബഹുഭൂരിപക്ഷവും അല്ലാഹു യസ്തഫി മിനൽ മലായികത്തി, അല്ലാഹു യജ്തബി എന്നുപോലുള്ള മുളാരിഇന്റെ ക്രിയാരൂപങ്ങൾ വർത്തമാന കാലഘട്ടത്തിന്റെ അർത്ഥത്തിന് വേണ്ടി അല്ലാഹു തആല മുഹമ്മദ് നബിയുടെ പ്രവാചകത്തെയും കൂടെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതിനെ ഇവര് ഭാവികാല അർത്ഥം കൊടുത്തുകൊണ്ട് യസ്തഫി ഇനിയും കുറെ തെരഞ്ഞെടുക്കും എന്ന അർത്ഥത്തിലൊക്കെയായി ദുർവ്യാഖ്യാനിക്കുക മാത്രമാണ്. ഞാൻ അതുകൊണ്ട് ഇത് പര്യവസാനിപ്പിക്കുകയാണ്. വാഹിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.